കഴിഞ്ഞ റംസാനിക്ക് ലത്തീഫിലൂടെ വന്നിട്ട് എന്നോട് പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു. അപ്പൊ ആ സമയത്ത് ലത്തീഫിനോട് പറഞ്ഞു 11 റക്അത്ത് അല്ല 21 റക്അത്താണ് സഹിയായ ഹദീസുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ലത്തീഫ് എന്നോട് പറഞ്ഞു, അല്ല എനിക്ക് എന്റെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡൗട്ട് ലത്തീഫ് ക്ലിയർ ചെയ്ത് തരാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ലത്തീഫ് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പണ്ഡിതന്മാരെ വിളിക്കാം, ലത്തീഫും ആരെങ്കിലും ലത്തീഫ് വന്നിട്ട് എനിക്കതൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2 പ്രാവശ്യം ലത്തീഫ് വിളിച്ചു. അങ്ങനെയാണ് ഇപ്പൊ ഈ ചർച്ച ഉണ്ടാവുന്ന കാരണം. പുള്ളി എന്നോട് വന്നിട്ട് 11 റക്അത്തല്ല സഹിയായിട്ടുള്ള 23 റക്അത്ത് സഹിയായ ഹദീസുണ്ടെന്നും ആ ഹദീസ് മുഖാന്തരം ലത്തീഫ് തെളിയിച്ചു തരാമെന്നും എനിക്ക് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ കൂടിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇല്ല നമ്മള് ഇതൊരു മുന്നേ പറയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ കാണികൾക്ക് അറിയാത്ത 2 കൂട്ടരോടും ചോദിക്കാനുള്ള ഒരു അവസരം اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله ونبي محمد صلى الله عليه وسلم وفضل الأمور محدثاتها وكل محدثة بدعة പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ടുകൊണ്ട് മാത്രം അവന്റെ ദീനിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ നാം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടുതലും ഈ രംഗത്ത് ചെലവഴിക്കുന്ന നമ്മുടെ ഊർജ്ജവും സമയവുമൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് മനുഷ്യരാശിയെ പഠിപ്പിക്കുവാനാകുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 കൊല്ലത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടാണ് ആ ഹബീബ് ഈ ലോകത്തിൽ നിന്ന് വഫാത്തായത്. ശുദ്ധ ഖുർആനിൽ സുന്നത്തും ആ കാര്യം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മായിദയിൽ വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അയ്യവും അക്മൽക്കും ചെയ്യാനും വാസ്തവം അഴയിക്കും നിർത്തി പുറത്തേക്കും ഇസ്ലാമീന എന്ന 3ാമത്തെ ആയത്തിന്റെ ഭാഗം. ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി എല്ലാ അനുഗ്രഹം പൂർത്തീകരിച്ചു തന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നു എന്ന വിശുദ്ധ ഖുർആനായിരുന്നു. പറഞ്ഞു മാലിന് അമലിൽ മുഖ്യം വൈബഴിക്കും ഇല്ല നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിന്റെ കടന്നതുമായ ഒരു കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കാതിരുന്നിട്ടില്ല എന്ന് ലഭിതങ്ങൾ പറഞ്ഞത് ഇമാം ഖുർആനി റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദീന് പൂർണ്ണമായും അല്ലാഹുവിനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് അല്ലാഹു റസൂലിന്റെ ജീവിതത്തിലെ വിടവാങ്ങൽ പ്രസംഗം എന്നറിയപ്പെടുന്ന ഹദീസുകളുടെ പ്രസംഗത്തിൽ ലഭിതങ്ങൾ പ്രത്യേകം സഹാബാക്കളോട് ചോദിക്കുകയുണ്ടായി, അല ഹൽബല്ല, ഞാൻ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തന്നിട്ടില്ലയോ? അതേ റസൂലെ താങ്കൾ എത്തിച്ചു തന്നു എന്ന് അവർ പറയുകയും റബ്ബിനെ സാക്ഷിയാക്കി ലഭിതങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ഹാജറുള്ള ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണമെന്ന് അവർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടാണ് ആ ഹബീബ് ഈ ലോകത്ത് വഫാത്തായിട്ടുള്ളത്. അതുകൊണ്ട് തറാവീഹ് എന്നല്ല ഏത് വിഷയത്തിൽ
വളരെ കൃത്യമായ അധ്യാപനം ആ നിബിധങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏത് വിഷയത്തിൽ ഭക്ഷണം കഴിക്കുന്ന മര്യാദകൾ മുതൽ പുസ്തകം കഴിക്കുന്ന മര്യാദ മുതൽ വീട്ടിലെ പുറത്തേക്കുള്ള മര്യാദകൾ മുതൽ എല്ലാം ഒരു വിശ്വാസ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രംഗത്ത് എനിക്ക് പ്രവാചകരുടെ മാതൃക ആ രംഗത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ വകുപ്പില്ലാത്തതില്ല. വളരെ കൃത്യമായ എല്ലാ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടാണ് പോയത് ദീനിന്റെ ഭാഗം. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ നാം മടക്കേണ്ടത് ആ നിബിധങ്ങളുടെ ശ്രദ്ധയിലേക്കാണ്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിലേക്കാണ്, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. ഇവിടെയും നമ്മുടെ ചർച്ച ആ രൂപത്തിൽ തന്നെയാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തറാവീഹ് 11 എന്ന് ഞങ്ങളുടെ ഈ ഭാഗത്ത് നിന്ന് വാദിക്കുന്നു, അല്ല 23 എന്ന് സർവത്വത്ത് വാദിക്കുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഇത്തരം ഒരു ചർച്ചയും ആദർശമായും വലിയ ഹദീസിൽ എന്താണ് വന്നത് എന്നും നിബിധങ്ങളുടെ കാര്യത്തിൽ രഹസ്യ എന്താണ് എന്നും വിശുദ്ധ ഖുർആനിൽ പുനർമുഖ്യങ്ങൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപനം എന്താണ് എന്നുമുള്ള വൈജ്ഞാനികമായ ചർച്ചയാണ് നടക്കേണ്ടത്. ആ തരത്തിൽ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും അനുസരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരങ്ങൾ മുഴുവനും കൃത്യമായ ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫർദാണെങ്കിലും സുന്നത്താണെങ്കിലും എല്ലാ നമസ്കാരങ്ങളും കൃത്യമായി ഹദീസ് കൊണ്ട് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൽ ധാരാളം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നാണ് നിബിധങ്ങളുടെ തറാവീഹ് നമസ്കാരം. നമുക്കറിയാവുന്ന പോലെ ജീവിതത്തിൽ 3 ദിവസമാണ്, അല്ലെങ്കിൽ 4 ദിവസമാണ്, 3-4 ദിവസമാണ് റസൂലുള്ളാഹി ജമാഅത്തായിക്കൊണ്ട് ഔദ്യോഗികമായി പള്ളിയിൽ വെച്ച് തറാവീഹ് നമസ്കാരം നിർവഹിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വീട്ടിൽ നമസ്കരിച്ചുകൊണ്ട് അല്ലാതെ നമസ്കരിച്ചുകൊണ്ട് ഔദ്യോഗികമായതായി പള്ളിയിൽ സംഘടിപ്പിക്കപ്പെട്ടത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ലിംഗങ്ങളുടെ നമസ്കാരം എങ്ങനെയാണ്, എത്രയാണ് എന്ന് അർത്ഥസംഖ്യയില്ലാത്തതിനും മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ല എന്ന് പറയാവുന്ന രൂപത്തിൽ അത് കൃത്യമായ ഹദീസ് എടുക്കും. ജനങ്ങളുടെ ഭാര്യ നമ്മുടെ എല്ലാം ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലിന്റെ റമദാനിലെ നമസ്കാരം എങ്ങനെയാണ്, റമദാനിലെ ദിനങ്ങൾ രാത്രി നമസ്കാരം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി വ്യത്യസ്ത പദങ്ങളിൽ ഹദീസിൽ കാണാം. അത് ഒരു കോട്ടി കാണാം. യുസല്ലി അർബഅൻ ലാ തസൽ അൻ ഇസ്തിഹിന്ന വഖൂൽ. യുസല്ലി അർബഅൻ നബിതങ്ങൾ 4 നിസ്കരിക്കും. ആദ്യം ലാ തസൽ അൻ ഇസ്തിഹിന്ന വഖൂലിഹിന്ന, ആ നമസ്കാരത്തിന്റെ ദൈർഘ്യവും അതിന്റെ ഭംഗിയും നീ ചോദിക്കരുത്. ഇത് വളരെ ചോദിച്ചാൽ പറയാൻ കഴിയില്ല, വർണ്ണിക്കാൻ കഴിയില്ല, അത്രയും ദീർഘമായിട്ടുള്ള നബിതങ്ങൾ നമസ്കരിക്കും. സുമ്മയുസല്ലി അർബഅൻ, പിന്നെയും 4 നമസ്കരിക്കും. ലാ തസൽ അൻ ഇസ്തിഹിന്ന വഖൂലിഹിന്ന, അതിന്റെ ദൈർഘ്യവും ഭംഗിയും നീ ചോദിക്കരുത്. സുമ്മയുസല്ലി സലാസൻ, പിന്നീട് നബിതങ്ങൾ 3 നമസ്കരിക്കും. അഥവാ 4-4 8 3 അവിടെയാണ് ചില ദിവസങ്ങളിൽ 4 റക്അത്ത് കഴിഞ്ഞ് നബിതങ്ങൾ ചിലപ്പോൾ കടന്നുറങ്ങാറുണ്ട്, ചിലപ്പോൾ 8 കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങാറുണ്ട്. അവിടെയാണ് ആയിഷയുടെ ചോദ്യം, തനാമു ഖബല അൻ തൂത്തിറ, നബിയെ താങ്കൾ ഉറങ്ങുകയാണോ? ഖബല അൻ തൂത്തിറ, വിത്തറാക്കാതെ ഒറ്റയാക്കാതെ താങ്കൾ ഉറങ്ങുകയാണോ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അയിനയ്യ തലാമാനി വലായനാം കൽബി, എന്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, എന്റെ കൽബ് ഉറങ്ങുന്നില്ല എന്ന് വിശ്വാസം. ഈ ഹദീസിൽ നിന്ന് വളരെ കൃത്യമായി നബിയുടെ നമസ്കാരം 11 എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. രാത്രി നമസ്കാരം റമദാനിൽ എങ്ങനെയാണ് എന്ന ചോദ്യത്തിലാണ് ആയിഷ കൊടുക്കുന്ന ഈ മറുപടി. വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ ഈ ഹദീസ് നമുക്ക് വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ നബിയുടെ ജീവിതത്തിൽ നിന്ന് തറാവീഹ് എന്ന പേരിലോ ഇനി അല്ലാത്ത പേരിലോ ആവട്ടെ, ആ പേര് നമുക്കറിയാവുന്ന പോലെ നബിയുടെ കാലത്ത് ആ പേര് പ്രയോഗത്തില്ല. ഇത് പക്കമില്ലാത്ത വിഷയമാണ്. തറാവീഹ് എന്ന ആ പേര് അന്ന് നബിയുടെ കാലത്തിൽ പ്രയോഗമുള്ള ഒരു പദമല്ല, ഒരു പേരല്ല തറാവീഹ് എന്ന പേര്. പിന്നീട് തൊട്ടടുത്ത കാലം മുതൽ തന്നെ അത് പ്രയോഗത്തിൽ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വിശ്രമിക്കുന്നത് കൊണ്ടാണ് വിശ്രമങ്ങൾ എന്ന അർത്ഥത്തിൽ തറാവീഹ് എന്ന പേര് തന്നെ ആ നമസ്കാരം. വ്യത്യസ്ത കാര്യങ്ങളാൽ വ്യത്യസ്ത പേരുകൾ ആ നമസ്കാരം അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ നമുക്കതൊക്കെ പരാമർശിക്കാവുന്നതാണ്. ഏതായാലും നബിയുടെ നമസ്കാരം എന്ന പേരിൽ ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ള ഇമാമികളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നത് 11 റക്അത്താണ് എന്ന് ഈ ഒരു ഹദീസും സമാനമായി ധരിക്കപ്പെടുന്ന ഹദീസുകളും. പിന്നെ അവിടെ പറയുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്. തറാവീഹ് അല്ല, അത് വിത്റാണ്,
അല്ലെങ്കിൽ തഹജ്ജുദാണ്, ഖിയാമുല്ലയിലാണ് എന്നൊക്കെയുള്ള ന്യായങ്ങൾ സമൂഹത്തിൽ പലരും പറയാറുണ്ട്. അത്തരം ന്യായങ്ങൾ പറയാനും കേൾക്കാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ നമുക്കുള്ള ഒരു വേദി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സാധാരണ അവരുടെ ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അതിലേക്ക് പ്രകടിപ്പിക്കാവുന്നതാണ്. മാത്രവുമല്ല ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ, ഹദീസിന്റെ സലഹ സാലിഹീങ്ങൾ, അവരൊക്കെ കാലാകാലങ്ങളിലായി ഈ ഹദീസിനെ തറാവീഹ് എന്ന ആ ഒരു പേരിൽ തന്നെയാണ് പരിചയപ്പെടുത്തിയതും അതാണ് ഏറ്റവും കൂടുതൽ സഹിയായി വന്ന റിപ്പോർട്ട് എന്ന് രേഖപ്പെടുത്തിയതുമായി പറയുന്ന തീർത്ഥങ്ങളുടെ പറയുന്ന ഗ്രന്ഥങ്ങൾ ഇത് തറാവീഹായി തന്നെ അവർ അംഗീകരിച്ച് രേഖപ്പെടുത്തി നമുക്ക് കാണാൻ. പിന്നെ ഒറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടുകളിൽ ഇതിനങ്ങൾ 20 നമസ്കരിക്കാറുണ്ട് എന്ന പ്രയോഗങ്ങൾ അതിൽ വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ പ്രയോഗങ്ങൾ സ്വീകാര്യമായ ഉദ്ധരിക്കപ്പെട്ടതല്ല എന്നും സ്വഹീഹത്തായെന്നും മുസ്ലിം ലോകത്ത് അഭിപ്രായമില്ലാത്ത വിധം അംഗീകരിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനെ നമസ്കരിച്ചെന്ന് പറയുന്ന റിപ്പോർട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഇല്ലാതെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രാമാണികമല്ല, സ്വീകാര്യമല്ല. നിബിധങ്ങൾ ചെയ്തു വന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന നിലയ്ക്കുള്ള പരമ്പരയിലൂടെ അത് സ്ഥാപിക്കപ്പെട്ട കാര്യമല്ല എന്ന് മുസ്ലിം ലോകത്ത് ഏകദേശം ഐക്യരാഷ്ട്ര എന്ന് പറയാവുന്ന നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ തീർച്ചയായും മതം പഠിപ്പിക്കാൻ വന്ന ആ റസൂല് ഇതിന്റെ മുഴുവൻ അധ്യാപനങ്ങളും പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്തിന് ഒപ്പാട്ടാവുകയും ആ തറാവീഹും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ പലരും പറയാറുള്ളത് പോലെ നബിതങ്ങൾ താരം സംസ്കരിക്കുന്നത് ഹദീസിൽ കിട്ടൂല, അങ്ങനെ എവിടെയും കാണില്ല, അതെവിടെയും ശരിയായി വന്നിട്ടില്ല എന്ന പരാമർശം നബിതങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാറുള്ളത്. അത് ആരും എവിടെ പറഞ്ഞാലും അത് ന്യായമല്ല. കാരണം ഇതിന് മുഴുവൻ പഠിപ്പിച്ചു വന്നു മൃഗത്തേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ അകത്തുന്ന ഒരൊറ്റ കാര്യവും ഞാൻ അറിയിക്കാതെ വെച്ചിട്ടില്ല എന്ന് നബിതങ്ങൾ പറയുകയും ഈ ദീൻ ഞാൻ പഠിപ്പിച്ചതിനെ ചോദിക്കുകയും പഠിപ്പിച്ചുവെന്ന് പറയുകയും ഇത് ഉള്ളവർക്കില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനെല്ലാം ഉൾപ്പെടുത്തുന്നത് എന്നാണല്ലോ അതിനർത്ഥം. ഇനി അതിലേക്ക് കുട്ടികൾക്ക് ആവശ്യമില്ല, കടത്തിക്കൂട്ടേണ്ട കാര്യമില്ല എന്നതാണ് അതിന്റെ മറുവശമായി. അങ്ങനെ കടത്തിക്കൂട്ടുകൊണ്ട് ലോകത്ത് പല ആളുകളിൽ പല കാലങ്ങളിലായി പല രൂപത്തിൽ നമസ്കാരം നടത്തിയിട്ടുണ്ട്, ഇല്ല എന്നില്ല. 20 നടത്തിയിട്ടുണ്ട്, 36 നടത്തിയിട്ടുണ്ട്, 39 നടത്തിയിട്ടുണ്ട്, 46 നടത്തിയിട്ടുണ്ട്, 49 നടത്തിയിട്ടുണ്ട്. പല എണ്ണങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളിലും പല കാലങ്ങളിലും നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരുപക്ഷെ ഇപ്പോഴും നടക്കുന്നുണ്ടായേക്കാം. അപ്പൊ ലോകത്ത് പലർക്കും നടക്കുന്നുണ്ടാകാം. അതല്ല പ്രമാണം. ഒന്നാമതായി നിബിധങ്ങളുടെ വിഷയത്തിലുള്ള അധ്യാപനം വളരെ കൃത്യമാണ് എന്നാണ് ഇതിന്റെ ആലസ്യയായി പ്രചരിപ്പിക്കാനുണ്ടാവുന്ന ചർച്ചയിൽ നമുക്ക് കൂടുതൽ ആ വിഷയങ്ങളുടെ മലയാളത്തിലേക്ക് കടക്കാമെന്ന് ഇവിടെ പെട്ടെന്നുള്ളിൽ സാധാരണ പ്രത്യേകിച്ചു ആദ്യമായിട്ട് നിങ്ങൾ വന്നൊരു കാര്യം കൂട്ടുകാരാണ്. അത് നേരത്തെ കൂട്ടുകാരനായ ആൾ പറഞ്ഞത് 8 3 11 റക്അത്ത് തറാവീഹ് ആണ് എന്ന് 5000 വർഷം പാലിക്കുമ്പോൾ 23 റക്അത്താണ് തറാവീഹ് എന്ന് പിന്നീട് വർഷം പാലിക്കുന്നത് പരാമർശം വന്നുപോയി. അതേ അറിഞ്ഞു 23 റക്അത്ത് തറാവീഹ് എന്ന് പിന്നീട് പറയുന്നില്ല, 20 റക്അത്തേ ഉള്ളൂ, 3 വിത്റാണ്. അത് ആദ്യമായിട്ട് പറഞ്ഞൊരു തെറ്റ് തിരിച്ചു നോക്കാം. പിന്നെ അദ്ദേഹം പ്രസംഗിച്ച 10 മിനിറ്റ് പ്രസംഗത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് തറാവീഹിലേക്ക് തെളിവാണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുള്ള ഹദീസിന്റെ വിശദീകരണത്തിനാണ്. അതിന്റെ ചർച്ചയിൽ എന്താണ് വിശദമായിട്ടുള്ള ചർച്ചയിൽ കടന്നു വരും. അതിന് മുമ്പ് ഞാൻ പറയുന്നത്, ഇങ്ങനെ തറാവീഹിന്റെ ചർച്ച ഇവിടെ നടക്കുമ്പോൾ സത്യത്തിൽ ഇന്നും ഇന്നലെയും നല്ലൊരു തറാവീഹ് തുടങ്ങിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെ തറാവീഹ് നിന്ന് വരുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞോട്ടെ, നമ്മൾ തറാവീഹ് 20 അല്ല 11 സ്വഹീഹായ ഹദീസ് കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാരൊക്കെ ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പോലും പെരുമോളി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ഡിതന്മാരൊക്കെ എത്രയാണ് തറാവീഹ്? ഈ പണ്ഡിതന്മാർ എത്രയാണ് തറാവീഹ്? അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത് ഹാഫിബ് ഫത്ഹുൽ ബാരിയെ കുറിച്ച് അദ്ദേഹം ഉദ്ധരിച്ചു. ഈ ഫത്ഹുൽ ബാരിയിലാണ് ബുഖാരിയുടെ ഹദീസ് വിശദീകരിച്ചെന്ന് പറഞ്ഞത്. ഈ ഫത്ഹുൽ ബാരി രചിച്ച ഇബ്നു ഹജർ എത്രയാണ് തറാവീഹ്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
അപ്പൊ അതുകൊണ്ട് അത്തരം വലിയ ചർച്ചകളിലേക്കൊന്നും പോകാൻ മാത്രമല്ല വിവരം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ആ പണ്ഡിതന്മാർ അത്ര വിവരം ഞങ്ങൾക്കും ഇല്ല. ഏതായാലും നിങ്ങളെക്കാൾ വിവരം വിജയത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് ഉറപ്പാണ്. ചർച്ച ചെയ്യുമ്പോഴേക്കും കഴിയും. അപ്പോ ഏതായാലും അതിനെക്കുറിച്ച് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഇവിടെ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം ചർച്ച ചെയ്യുമ്പോൾ പഴയ കാലത്ത് മുജാഹിദും പറഞ്ഞിരുന്നത് തറാവീഹ് 20 റക്അത്താണ്. ഈ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്ന കാലത്ത് അവരും പറഞ്ഞിരുന്നത് 20 റക്അത്ത് തറാവീഹ് ഉണ്ടെന്നാണ്. പിന്നെ എന്ന് മുതലാണ് 8 റക്അത്തും 11 റക്അത്തൊക്കെ ആയിട്ട് മാറിയത്? എന്നാൽ ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം 20 റക്അത്ത് തറാവീഹ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ തറാവീഹ് എന്ന് പറയുന്നത് പ്രത്യേക നിസ്കാരമൊന്നും ഇല്ല. അങ്ങനെ പ്രത്യേക നിസ്കാരം ഇല്ല. പിന്നെ തഹജ്ജുദ് എന്ന് പറഞ്ഞാലും വിത്ർ എന്ന് പറഞ്ഞാലും തറാവീഹ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണെന്നാണ് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ട് എന്നാണ് സുന്നികളായ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകളായ നിങ്ങൾ വാദിക്കുന്ന അങ്ങനെ പ്രത്യേക നിസ്കാരം ഇല്ല. തഹജ്ജുദ് തന്നെയാണ് തറാവീഹ്, അത് തന്നെയാണ് വിത്ർ, ഒക്കെ ഒന്നേനാണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുന്ന ആളുകളാകുമ്പോൾ ഞങ്ങളിവിടെ വാദിക്കുന്ന അങ്ങനെ നിസ്കാരം ഇല്ല. അപ്പൊ ആദ്യം തീരുമാനിക്കേണ്ടത് ഇങ്ങനെ നിസ്കാരം ഉണ്ടോ ഇല്ല എന്ന് തന്നെയാണ്. അതിനുശേഷമേ എത്ര റക്അത്ത് അർത്ഥമുള്ളൂ. ഈ റക്അത്ത് എത്ര തീരുമാനിക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ നിസ്കാരം ഉണ്ടോ ഇല്ല ചർച്ച ചെയ്യണം. രേഖകളൊക്കെ കയ്യിലുണ്ട്, അവർക്ക് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ പുറത്തെടുക്കും. അപ്പോ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഇല്ല എന്നാണ്. ഞങ്ങൾ പറയുന്നത് അങ്ങനെ പ്രത്യേക നിസ്കാരം ഉണ്ട്, അത് തീരുമാനമാക്കുക. എന്നിട്ട് ഇൻഷാല്ലാഹ് നമുക്ക് ആ ഉള്ളത് എത്രയാണ് എന്തെങ്കിലും ആ റക്അത്തിന് എന്തെങ്കിലും റക്അത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേക നിസ്കാരം ഉണ്ട് എന്ന് ഞങ്ങൾ വാദിക്കുമ്പോൾ ഇല്ല എന്നാണ് നിങ്ങൾ പിന്നെ നിങ്ങളുടെ അലിസ്ലാമിനോടൊക്കെ സ്ഥിരമായിട്ട് എഴുതാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പിന്നെ എഴുത്തിനങ്ങനെ കാണുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ കിട്ടുമ്പോൾ ഏതായാലും തെളിയിക്കാൻ നല്ലൊരു ചാൻസ് ആണ്. ഈ വാദികവാർത്തകൾക്കൊക്കെ കുറെ പ്രാവശ്യം ഫോൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്നത്തെ ഗൾഫിലായിരുന്നു കുറച്ചു മുമ്പ്. അപ്പൊ ആ സമയത്ത് നേരിട്ട് അദ്ദേഹമൊക്കെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്നുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാം മന്ത്രി ഒരു ലേഖനം ചെയ്തത്. അപ്പൊ അതൊക്കെ വായിച്ചെങ്കിൽ വല്ലാത്ത സങ്കടം തോന്നി. ഇതൊക്കെയാണ് ഇതുകൊണ്ടൊക്കെയാണ് ഒരു സംഘടനകളായി പോയത്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇങ്ങനെ നിസ്കാരം ഉണ്ടോ ഇല്ല എന്നാണ് ആദ്യത്തെ ചർച്ച. അതുകൊണ്ട് ആ നിസ്കാരം ഉണ്ടോ ഇല്ല എന്ന് തീരുമാനമാക്കിയിട്ട് ഉള്ള നിസ്കാരത്തിന്റെ റക്അത്ത് എത്ര അതിലേക്ക് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. 10 മിനിറ്റ് തന്നെ വേണം, എനിക്ക് വായിച്ചൊന്നുമില്ല. അപ്പൊ ആദ്യം തീരുമാനമാക്കാൻ ചർച്ച ചെയ്യലാണ്, പ്രസംഗിക്കാറില്ല. ഇങ്ങനെ 10 അങ്ങോട്ടും കൊണ്ട് പ്രസംഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും കൂടി വേണം ആവശ്യമില്ല. ഒന്നിച്ച് പിന്നെ ഒരു ഭാഗം ഒന്ന് പ്രസംഗിക്കുക, ആ ഒരു ഭാഗം പ്രസംഗിച്ചു, അത് മതി. പക്ഷെ നമുക്ക് ഈ ചർച്ച വേണം. എത്ര റക്അത്ത് എന്നതിന് മുമ്പ് ഇങ്ങനെ പ്രത്യേക നിസ്കാരം ഉണ്ടോ ഇല്ല എന്ന് ചർച്ച ചെയ്യണം. സുന്നികളായ നിങ്ങൾ പറയുന്നു അങ്ങനെ പ്രത്യേക നിസ്കാരം ഉണ്ട്, നിങ്ങൾ പറയുന്നത് ഇല്ല, അത് ഉണ്ടോ ഇല്ല എന്ന് തീരുമാനമാക്കിയിട്ടാകാം നമ്മുടെ പിന്നെ റക്അത്തിന്റെ എണ്ണത്തിലേക്ക് എന്നാണ് എനിക്ക് അതിൽ നിന്ന് പിന്നെ ചർച്ചയുടെ ആമുഖമായി പറയാനുള്ളത്. അത് അംഗീകരിക്കുമെങ്കിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാതിലേക്ക് നിങ്ങൾക്ക് പിന്നെ അതിന് മറുപടിയായിട്ട് പ്രതികരിക്കാവുന്നതാണ്. കൂട്ടിച്ചേർക്കാറുണ്ട് യഥാർത്ഥത്തിൽ വീട്ടുകാരും ഈ സാധാരണക്കാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചർച്ചയും അഹ്സനിയാണ് ഇതിനൊക്കെ പറഞ്ഞത്. അപ്പൊ അഹ്സനി ആവണം എന്നാണ് പ്രതീക്ഷിക്കുക. ആ സ്വഭാവം കാണിക്കുന്നത് യഥാർത്ഥ തറാവീഹ് നിസ്കാരം ഇല്ല എന്നാണെങ്കിൽ പിന്നെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കണം ഒക്കെ വന്നിട്ട് നിങ്ങളും ഞങ്ങളൊന്ന് ചർച്ചയ്ക്ക് ഇരുന്നത് പോകാണ്. പക്ഷെ വിദ്യ തറാവീഹ് ഉണ്ടോ ഇസ്രായേൽ വായിക്കാൻ നല്ലതാണ്. അതൊക്കെ വായിക്കുമ്പോഴും ഞാൻ ഇഷ്ടപ്പെടില്ല. ഏതായാലും എന്റെ പേര് പ്രത്യേകിച്ചും വായിക്കണം. എന്തെങ്കിലും നമുക്ക് വായിക്കാൻ സാധനത്തിലാണ് വളരെ സൈനികോട്ട് പോകണ്ട. അത് നല്ലത് നമ്മളോട് പറയാം. എന്റെ വേദികൾ പറയുന്നു. അതൊക്കെ ഇഷ്ടം നമ്മൾ നിങ്ങളൊന്നും ഞങ്ങൾക്ക് വിവരിച്ച പേരില്ല സംഭവിച്ചാൽ അവിടെ നിങ്ങൾ വലിയ ആരെങ്കിലും തന്നെ നിങ്ങളെ ഇപ്പോഴും നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഇപ്പം നമ്മൾ ഭാഗത്ത് കാണണം. ആ ഇരുമ്പ് കൂടി നമ്മൾ കാണണം. അല്ല എനിക്ക് ഇരുമ്പുണ്ടെന്ന് അത് തോന്നിയാല് അതന്നെയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങളത് വലിയ അടിമകളാണെന്നോ ഞങ്ങൾ കുറെ ഓടിപ്പെട്ടതാണെന്നോ എല്ലാ കിതാബും കണ്ടവരാണ് എന്നോ ഞങ്ങൾ തരത്തിൽ പോകുന്നില്ല. പക്ഷെ നിങ്ങളെപ്പോലത്തെ അവർക്ക് പറയാൻ ഞങ്ങളൊക്കെ മടി എന്നുകൊണ്ടാണ് നിങ്ങൾ അപ്പൊ ആ വല്ല കയ്യല്ല നമുക്ക് അത് നമ്മൾ നമ്മളിവിടെ ചർച്ചയ്ക്ക് വന്നതിനാണ് തറാവീഹ് നമുക്ക് ഉമ്മർക്ക് ആദ്യം ആമുഖം പറഞ്ഞു. ഇപ്പൊ ഉമ്മർക്ക് പോലെ ഉമ്മർക്ക് അവർ ആമുഖം പറഞ്ഞു. ആ ആമുഖമൊക്കെ പറഞ്ഞ് നമ്മൾ മെൻഷൻ തീരുമാനിച്ച് നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഒരു വാദത്തിന്റെ ഒരു ആമുഖം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ പദം ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഉമ്മർക്ക് ഇപ്പൊ ആ ആമുഖം പോരാ. ഇനിയിപ്പോ എന്തോ തീരുമാനിച്ചു. അപ്പൊ ഏതായാലും
മുജാഹിദികളെ പള്ളി വിളക്കുണ്ട്, അവിടെയൊക്കെ തറാവീഹ് നടക്കുന്നുണ്ട്. എല്ലാ മുജാഹിദികളും തറാവീഹ് നിസ്കരിക്കുന്നവരാണ്. ആ തറാവീഹിൽ എത്ര റക്കഅത്തായിരുന്നു ചർച്ച ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇനി ഞങ്ങളാകെ ഹദീസിനെ വന്നിട്ടുള്ളൂ. ആ ഹദീസ് കേട്ടപ്പോൾ കേട്ടിട്ട് റക്കഅത്ത് ചർച്ച ചെയ്താൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണെങ്കിൽ തന്നെ തുറന്നു പറയും. അപ്പൊ ആ പല ധൈര്യം ആവശ്യമില്ല. വളരെ സൗഹാർദ്ദമായി, വളരെ മാന്യമായി, നല്ല ഇത് എങ്ങനെയാണ് ഇത് അള്ളാഹ് ജീവൻ ചർച്ച ചെയ്യുന്നത് എന്നൊരു അവസ്ഥ. അവിടെ നമുക്ക് നമ്മിന്റെ ഭക്ഷണത്തിൽ കിട്ടണം, വർഷത്തിൽ കിട്ടണം, മനക്കുള്ള സാന്നിധ്യം ഉണ്ടാകും. അത് നമ്മളെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാൻ ജാഗ്രത എന്നാണ് മറ്റു കാര്യങ്ങളായി എനിക്ക് ചിന്തിക്കാനൊന്നും പറയാനുള്ള അവകാശം ഞാൻ സംഭവിച്ചിട്ടുണ്ടാകും. വേറെ തരത്തിൽ അതെല്ലാം കളിച്ച എന്നാണ് പിന്നെ നമ്മുടെ ചർച്ച ഈ തറാവീഹിൽ എന്തെങ്കിലും ചർച്ചകൾ നിങ്ങൾക്കും അറിയാം. ഒന്നല്ല തറാവീഹിനെ കുറിച്ച് ഞാൻ രേഖ വായിച്ചിട്ടുണ്ട്. തറാവീഹ് ഇതൊക്കെ രേഖ എന്തെങ്കിലും ഞാൻ രേഖ എന്തെങ്കിലും തറാവീഹ് ഇല്ലാത്ത രേഖ. അപ്പൊ തറാവീഹ് ഇല്ലാത്ത രേഖ അതെല്ലാം തറാവീഹിന് നമ്മൾ ആദ്യം പറഞ്ഞു ആ പേര് തന്നെ കാലത്തില്ല. ചൂടായ കാലത്ത് തറാവീഹ് എന്ന പേരതിന് ഉപയോഗിച്ചിട്ടില്ല എന്നത് ശരിയാണ്. അതേപോലെ ഇതുകൊണ്ട് പലരോട് ഇപ്പോഴും പറഞ്ഞു. അപ്പൊ അതൊക്കെ പഴയ വാദത്തിന് മുജാഹിദ് പണ്ട് അങ്ങനെ പറഞ്ഞു. തന്നെ തോന്നാതെ ചർച്ച ചെയ്യാം. മുജാഹിദ് താമസത്തിൽ പഴയ പണ്ടൊക്കെ പറഞ്ഞു അത് ചർച്ച ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ സമസ്തകാരെ പണ്ടെന്നൊക്കെ പറഞ്ഞു, മുജാഹിദ് പണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഓരോ അങ്ങനെ പോകാം. അപ്പൊ പിന്നെ നമ്മൾ എഴുതിയാണ് ചർച്ച ചെയ്യാമെന്ന് ഉമ്മർക്ക് അതേ പറഞ്ഞു. ഇത് വൈജ്ഞാനികമായ വേദിയാണ്. അല്ലാതെ പഴയ എല്ലാവരും പഴയ സമാജവും പഴയ വിജയനും പഴയ ക്രിയാപ്താവും പഴയ മുൻഗാമൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്പോഴെങ്കിൽ അപ്പൊ ചിലപ്പോൾ നമുക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ചിലപ്പോ ഈ വക ഇതുണ്ടാകുന്ന പല വട്ടലിക്കും വേണ്ടിയും ഉള്ള ഏതും പല ഒഴിവാക്കാൻ വേണ്ടിയും ഇവിടെ പറഞ്ഞ പല വാക്കും വിനിമയിക്കേണ്ടിയും അതൊക്കെ ഒഴിവാക്കി നമ്മൾ ഒരു 920 മുമ്പുകാർ പോവുകയാണെങ്കിൽ ചിലപ്പോൾ തറാവീഹ് മാത്രം എല്ലാം നമുക്ക് മാറ്റേണ്ടിയില്ല. അതിനപ്പുറത്തേക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് മാറ്റേണ്ടി. അതൊന്നും ഒരു ആരോഗ്യപരമായ രീതിയല്ല എന്നാണ് ബഹുമാനായ മഹാപണ്ഡിതനായ സൂചിപ്പിക്കാറുണ്ട് എന്നാണ്. മഹാപണ്ഡിതൻ നിർമ്മിച്ചവരല്ല. മഹാപണ്ഡിതന്മാരെ അംഗീകരിക്കാൻ എനിക്ക് പറയാം. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് മോഡലുകളാണ്. ഇന്നൊരാളെ ഈ അപ്പൊ ഏതായാലും പറഞ്ഞു ഞാൻ മഹാപണ്ഡിതൻ അല്ല മോഡറേറ്റർ അത്രക്കാരുന്നോട്ടെ. അദ്ദേഹം പറഞ്ഞു ഞാൻ വിശേഷം കഴിഞ്ഞ് പറഞ്ഞു എനിക്ക് 10 മിനിറ്റൊന്നും ആവശ്യമില്ല. എനിക്ക് വിശേഷം കഴിഞ്ഞ് മാറുന്നില്ല. ഞാൻ പറഞ്ഞു റക്കായത്തിന്റെ എണ്ണം നമുക്ക് ചർച്ച ചെയ്യാം, ഞാൻ റെഡിയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് പോവുള്ളൂ. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങനെ നിസ്കാരം ഉണ്ടോ ഇല്ല എന്നൊക്കെ മുജാഹിദ് ചർച്ചകൊണ്ടിരിക്കുക. തറാവീഹ് നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം റമദാനിൽ മാത്രമായുള്ള നിസ്കാരത്തിനാണ് വരുന്നത്. അങ്ങനെ നിസ്കാരം സുന്നത്തുണ്ട് എന്നാണോ നിങ്ങളുടെ വാദം, ഇല്ല എന്നാണോ നിങ്ങളുടെ വാദം? അവരൊക്കെ ചോദിക്കാം. എന്ന കാര്യങ്ങൾ തീരുമാനമാണ്. അതുണ്ട് അല്ലെങ്കിൽ രണ്ടാമത് ഉണ്ട് എന്ന് പറയുമെങ്കിൽ റക്കായത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെ ഒരു വാദം വാദിക്കാനുള്ള കാരണം മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു പിന്നെ അലിസ്താക്ക് വായിക്കണം. ഞാൻ വായിച്ചുകൊണ്ടൊക്കെ ഇതിനൊക്കെ സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും കഴിയുമല്ലോ. അലിസ്താക്ക് വായിക്കുന്നത് ഞാൻ അതിനെ അതുകൊണ്ടുകൂടി അതിനൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മറ്റൊരു വിഷയം. അപ്പൊ ഏതായാലും അങ്ങനെ ഒരു പിന്നെ റമദാനിൽ മാത്രമുള്ള തറാവീഹ് നിസ്കാരം എന്ന നിസ്കാരം എന്തായാലും മുജാഹിദ് വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവര് മുജാഹിദിന്റെ ആൾക്കാരായിട്ട് ഇവിടെ വന്നു വേണ്ടി 20 റക്കായത്തൊന്നും പറയും. ഇത് അർത്ഥമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, തറാവീഹ് എന്ന നിസ്കാരം റമദാനിൽ മാത്രമായി ഉള്ളൊരു നിസ്കാരം പ്രത്യേകമായി സുന്നത്തുണ്ടോ സുന്നത്തില്ലേ? ഈ ചോദ്യത്തിൽ അതായത് നമ്മൾ വളരെ മനസ്സിലായിരുന്നു. ചോദ്യം തന്നെ ദുർജയമാണ്. നിങ്ങൾ ചോദ്യം തന്നെ ദുർജയപരമാണ്. എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ സംസാരത്തിൽ തീർത്തത് പറഞ്ഞു. ഞാൻ തന്നെ നിങ്ങളെ വായിക്കുന്നതോടെ കൊണ്ടുള്ള ആവശ്യമില്ല. അത് തർക്കമേലും ലോകത്തില്ല വിഷയത്തിൽ ഞങ്ങൾ എല്ലാ പള്ളിയും തറാവീഹ് റമദാൻ പ്രത്യേകിച്ച് അതിന് ജമാഅത്ത് സുന്നത്തുണ്ട്. അതുകൊണ്ട് റമദാൻ ജമാഅത്തായിട്ടുണ്ട്. അത് തർക്കമില്ല. ഈ വക ദുർദ്ദേശം പറഞ്ഞ് ഇല്ലാത്ത മനുഷ്യരുണ്ട്. ഈ സാധാരണക്കാരൊക്കെ ഇക്കളത്തിലാണ്. ഒരു നിങ്ങളെ ഉണ്ടാവില്ല. നിങ്ങൾ അത്ര
വീട്ടു ബുദ്ധി വന്ന വഴിപ്പെടുക്കാറില്ല ഒരു നമ്മളെത്തുന്ന വരെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ നിരാശപ്പെട്ടു അതെല്ലാം പോയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവിടെ നിശ്ചയിച്ചൊരു അവസരമാണെന്നാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഏതെന്നാലും ആപത്തില്ലാത്ത വഴി പോകണം. തറാവീഹ് എന്ന നിസ്കാരത്തില് രണ്ട് കൂട്ടരും അത് ഉണ്ട് എന്ന വിഷയത്തിൽ ചോദിക്കുന്നതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ എന്നിട്ട് ചർച്ചയ്ക്ക് വന്നത് തന്നെ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുമോ നിങ്ങൾ ഇതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ചർച്ച ഭാഗത്ത് വരിക. അപ്പൊ അതുകൊണ്ട് ദുരുദ്ദേശപരമായ പദപ്രയോഗങ്ങളും ആ വക വാദകത്വം ഒക്കെ മാറ്റി ചെറുതാക്കുന്നത് അക്ഷരം നല്ല അർത്ഥം വാക്കാണ്. അത് അക്ഷരം ആവണമെന്ന കൊണ്ടാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല അക്ഷരയിക്കോട്ടില്ല. അപ്പൊ ആ ഒരു വൃക്ഷങ്ങളിൽ കാരണം എന്തുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ആ വക ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഈ വക സംസാരം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ പ്രയോഗവുമല്ല, നിങ്ങൾ ധൈര്യമല്ല, നിങ്ങൾ പറയിപ്പിക്കാറൊക്കെ ഞങ്ങളാരും അങ്ങനെ പ്രയോഗിക്കുന്നവരല്ല. ഞങ്ങളുടെ വേദികളോ സ്റ്റേജിലോ ഏജിലോ ഞങ്ങളാരും ഈ പ്രയോഗം ഇഷ്ടപ്പെടുന്നവരല്ല. അത് നിങ്ങൾ പറയിപ്പിക്കുക. വാർത്തകൾ പോകരുത്. നമ്മളെ വീട്ടിൽ ചർച്ച ചെയ്യും. ഞാൻ ഹദീസ് പറഞ്ഞു. ആ ഹദീസിനെ പോലും പറയാനെന്തോ അള്ളാഹുവിന്റെ നമസ്കാരം എങ്ങനെ ചോദിച്ചു, അമ്മദാനസ്കാരത്തിൽ ചോദിച്ചു, ആയിരത്തി പതിനെട്ട് മറുപടി ആ ഹദീസ് ബുഖാരി ഇല്ലാന്നാണ് മറുപടി. ഇത് കിതാബ് തറാവീഹ് എന്ന പേര് ഇമാം ബുഖാരി കൊടുത്ത അധ്യായങ്ങളിൽ സഹീഹ് ബുഖാരി കിതാബ് തറാവീഹ് എന്ന അധ്യായം കാണാം. ആ അധ്യായത്തില് അള്ളാഹുവിന്റെ നമസ്കാരമുണ്ട്, അവിടെ പതിനൊക്കെ മനസ്സുണ്ട് ഇല്ലാന്ന് പറയാൻ കഴിയുന്നത്. അത് പറഞ്ഞോളി. അല്ലാതെ വെറുതെ വന്നിട്ട് ഇപ്പോ എല്ലാം കഴിഞ്ഞ ആമുഖം പറഞ്ഞ് തീരുമാനമാക്കി ചർച്ച കൊടുക്കുക എന്ന് പറഞ്ഞ് ചർച്ച തുടങ്ങുമ്പോ അല്ല സാറേ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ കുട്ടിക്കെന്താ പേര് ചോദിക്കുമ്പോൾ അല്ല കുട്ടി ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ വല്ല കുട്ടി ഉണ്ടായിട്ടല്ലേ പേര് ചോദിക്കല്. അപ്പൊ ആ വക പ്രയോജനം തന്നെയാണ് നിർദ്ദേശപരമാണെന്നാണ് ആമുഖമായിട്ട് ഒന്നുകൂടെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ആ കുട്ടി നമുക്ക് ഞങ്ങൾ പറഞ്ഞു അള്ളാഹു അത് എത്രയാണ് റമദാനിലെ നമസ്കാരം എത്രയാണ് എങ്ങനെയാണ് എല്ലാ ആഴ്ചകളിലും ചോദിക്കപ്പെട്ടപ്പോൾ നമ്മളൊന്നും ആഴ്ചകളിൽ പറഞ്ഞു മറുപടി ഞാൻ എത്ര പറഞ്ഞു ആദ്യം നമസ്കരിക്കും, പിന്നെ നമസ്കരിക്കും, പിന്നെ നമസ്കരിക്കും. അവിടെയാണ് 8 കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ 4 കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ ആഴ്ചകളിൽ ചോദിച്ചത് അസലാം ഒറ്റയാക്കാതെ ഓർമ്മയാണ്. അപ്പൊ ഒറ്റയാക്കുമ്പോൾ അതിന് വിരുദ്ധ പറയാം. തറാവീഹിൽ ശ്രമിക്കുന്ന പേര് ഞാനത് പറഞ്ഞു. തറാവീഹിന് പേരും ഇനി എല്ലാ തറാവീഹ് പറയും, മിസ്റ് പറയും, തഹജ്ജുദ് പറയും, ഖിയാമുൽ പറയും, ഖിയാമു റമദാൻ പറയാണോ എന്നാ പറയാൻ ഒരു പൂർവ്വ നിസ്കരിച്ചാലും എല്ലാം കേൾക്കില്ല. അപ്പൊ ആ ഒരു ചർച്ചയെ കണ്ടപ്പെടുന്നത് ഈ പല ഹദീസ് അത് ചോദിച്ചേ സഹീഹ് ചോദിച്ചേ ആ ഹദീസ് അങ്ങനെ അർത്ഥമായില്ല എന്നാണോ എന്നാ ഇവളുകൾ പറഞ്ഞ അർത്ഥമല്ലെങ്കിൽ അംഗീകരിച്ചോ ആ ഹദീസ് അർത്ഥം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയും. ബുഖാരി അങ്ങനെ ഹദീസ് ഇല്ലെങ്കിൽ നിങ്ങൾ അത് പറയും. ആയിരത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയും. അതല്ല വേണ്ടത്. അല്ലാതെ അതിനെപ്പറ്റി പറയാൻ സാധാരണ തോന്നി ചോദിക്കുന്നത് അതിനൊരു എല്ലാം ബാധി തീരുമാനിക്കേണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒക്കെ നിർത്തിച്ചിട്ട് ചർച്ച ആ വഴി കൊണ്ടുപോകണം. നമുക്ക് വഴിപാടായിരിക്കാം. നേരത്തെ പറഞ്ഞ മതി മുജാഹിദികൾ വണ്ടെന്നൊക്കെ വന്ന് സമസ്തകാര് വണ്ടെന്നൊക്കെ വന്ന് ചർച്ച ചെയ്യാം. സാമൂഹ്യത്തെ ചെറുതാവശ്യമില്ല. അങ്ങനെ കൊടുക്കുക. എല്ലാത്തിനും അപ്രഭാവത്തിന് വാഴും ആലോചിച്ചിട്ട് ഏതാപ്പോ സമസ്തകളൊക്കെ അവസ്ഥയോ മറ്റു അവസ്ഥകളോ അതെല്ലാം രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു അർത്ഥത്തിന് മാറി വേണ്ടി അങ്ങനെ പോയത് നമുക്ക് എത്തില്ല. അതിനും മാറിയിട്ട് നമുക്കാകെ നമ്മൾ നിശ്ചയിക്കപ്പെട്ട സമയം ഏതാനും മണിക്കൂർ അത് നഷ്ടപ്പെടുത്താൻ പരമാവധി ഈ വൈജ്ഞാനികമായ ചർച്ചയിലേക്ക് വരണം എന്നൊരിക്കൽ കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്ന് പറയാലോ അല്ലെ. നമ്മളുടെ വിഷയം എന്താ വെച്ചാല് തറാവീഹ് നമസ്കാരത്തിന്റെ റക്അത്തിനെ കുറിച്ചാണ്. വിഷയം തന്നെ അതാണ്. അതായത് ഇപ്പൊ നമ്മളൊക്കെ സുന്നി പള്ളിയിലാണെങ്കിൽ 23 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. മുജാഹിദ് പള്ളിയിൽ 11, 8, 3, 11 നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ നിസ്കാരം ഉള്ളതുകൊണ്ടാണല്ലോ നിസ്കരിക്കുന്നത്. ഇല്ലാച്ചെങ്കിൽ പിന്നെ അവിടെ നിസ്കാരം ഇല്ല. അപ്പൊ നിസ്കാരം ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അത് ഏതാണ് 11 അത് 23 എന്നുള്ളത് നമ്മളെ തർക്കം. അപ്പൊ അത് സംസാരിച്ചെങ്കിൽ ഇത് എവിടെയെങ്കിലും എത്തുള്ളൂ. അല്ല അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു 3 മണിക്കൂറായി സമയം നീണ്ടുപോകാന്നല്ലാതെ അത് എവിടെ എത്തില്ല. നമ്മളുടെ സംശയം 11 റക്അത്താണോ അതോ 23, 23 റക്അത്താണോ എന്നുള്ളത് വിഷയം അതാണ്. അവിടെ അതിലൊന്ന് സംസാരിക്കുക. മുജാഹിദ് പള്ളിയിൽ തറാവീഹ് നമസ്കരിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് നിങ്ങളെ ഉപദേശിക്കാൻ വരുന്ന ആളും പറഞ്ഞത് അത് ഞാൻ തെളിയിക്കാം 23 തെളിയിക്കണം. അപ്പൊ ഓൾറെഡി ആ സാധനം ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളോട് അത് തെളിയിക്കാൻ വന്നത്. അങ്ങനെ വേറെ ചർച്ചകളാണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അല്ല, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തറാവീഹ് ഇല്ല ഉണ്ടെന്നുള്ള അല്ല വിഷയം. കാരണം ഉള്ളത് കൊണ്ടാണല്ലോ മുജാഹിദ് പള്ളിയിൽ നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വരേണ്ടി വന്നു. നിങ്ങളോട് അദ്ദേഹം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. 11 സഹിയല്ല,
അങ്ങനെ റസൂൽ നിസ്കരിച്ചിട്ട് തെളിയില്ല. 23 തെളിയിച്ചായിട്ട് ഞാൻ തെളിയിച്ച് തരാം എന്ന് പറയുന്നില്ല. 23 എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെ തന്നെ എല്ലാവരും പറയും. മുമ്പ് റിപ്പോർട്ടുള്ള എല്ലാവരും പറയും 23 തറാവി എന്നാണ് സാധാരണ അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ 20 തറാവിയും 3 വിത്തറും അങ്ങനെ എല്ലാവരും പറയും. അത് കേൾക്കും മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലാകും. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നത്. നിങ്ങൾ വിളിച്ചതും അതിനാണ്. അതോ ഇവിടെ തറാവി എന്ന നിസ്കാരം ഉണ്ടോ എന്റെ ചർച്ചയാണ്. അപ്പൊ ഇവിടെ വിഷയവുമായി ഉരുത്തിരിഞ്ഞു വന്ന ചർച്ചയുടെ ഉരുത്തിരിഞ്ഞു വന്ന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോ എന്താണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് നമസ്കാരത്തിന്റെ റക്അത്തുകളാണ്. അതാണ് ഇവിടെ ഭാഗത്ത് നിന്ന് ആദ്യം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ തുടക്കം എന്ന നിലക്ക് 11 റക്അത്ത് റസൂൽ നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ പറയും ചെയ്തു ആ തറാവീഹ് എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ് എന്ന് പറയും ചെയ്തു. അതോടുകൂടി ആളുകൾക്ക് സംഗതി ബോധ്യപ്പെട്ടത് ഇത് 11 റക്അത്ത് തറാവീഹിന്റെ അധ്യായത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, അങ്ങനെ അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട അപ്പുറത്ത് ബാധ്യതയാണ്. അതിന് പകരം തറാവീഹുണ്ടോ ഇല്ലേ നിങ്ങളെ കുഴിഞ്ഞു മറിക്കേണ്ട കാര്യം ആ വിഷയത്തിലില്ല. ഇനി അങ്ങനെ ഒരു ചർച്ചയാണോ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞു പോയ വിഷയങ്ങൾ വെച്ചിട്ട് ചർച്ചയാണോ? നമുക്ക് അങ്ങനെ വേദം വെച്ച് വ്യവസ്ഥയിൽ നമുക്ക് ഇരിക്കാം. സമസ്തയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള പ്രസിദ്ധീകരണ വിഷയത്തിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ സമസ്ത മുമ്പ് പറഞ്ഞത് മാറ്റി പറഞ്ഞതും മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് പറഞ്ഞത് മാറ്റി പറഞ്ഞതും എന്ന വിഷയം വെക്കാം. ഓൾറെഡി നമ്മൾ തയ്യാറാണ്. അതിലൊന്നും മാറ്റുന്നില്ല. നമുക്ക് നിങ്ങൾ അവിടെ 10 പറഞ്ഞാൽ ഇവിടെ 20 പറയാൻ നമുക്ക് തയ്യാറാണ്. നമ്മുടെ കയ്യിലുണ്ട് സാധനം. ഇനി ക്ലിപ്പുകളെ തിരിമറിയാണോ അതും പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് വിഷയം തറാവി റക്അത്തുകളാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. അത് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുക, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പിരിയാം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചൊന്നും ഇന്ന് രാത്രി വരിക്കാതെ നമുക്ക് കുറെ പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിഷയം പറഞ്ഞത്. പക്ഷെ റക്അത്തുകളുടെ എണ്ണം പറയാനാണോ? അതാണെങ്കിൽ ആ ചർച്ചയ്ക്ക് നിൽക്കാം. ഇല്ലെങ്കിൽ ചർച്ച കൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയാം. മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ വാദമുണ്ട്. ഏതായാലും പള്ളിയിലൊക്കെ അനുസരിച്ചുണ്ടല്ലോ സംസ്കാരം മുജാഹിദിന്റെ ഔദ്യോഗിക വസ്ത്രമാണ് അൽമനാർ. അത് ഒരു ചർച്ച സംഗതി നടക്കണമെങ്കിൽ അതിന്റെ മർമ്മത്തിലൂടെ നടക്കണമല്ലോ. അവർക്ക് ഇല്ലാത്ത ഒരു കാര്യത്താലോ ഒരു ഉദാഹരണമൊക്കെ കിട്ടായി നല്ല കിട്ടായ ഉദാഹരണം ഇല്ലാത്ത കുട്ടിക്കാണ് വേറെ എഴുതുന്നത് വളരെ കറക്റ്റായിട്ടുണ്ട്. മുജാഹിദിന്റെ അൽമനാറാണ്. അൽമനാറിന്റെ ഒരു ചോദ്യം, തറാവീഹ് റമദാനിലെ മാത്രം നിസ്കാരമാണോ? ചോദ്യം. മറുപടി അല്ല എന്നാണ് അതിനുള്ള മറുപടി. ഇത് മുജാഹിദിന് ഇങ്ങനെ ഒരു വാദം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് തുടങ്ങിയത്. ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കാനാണ്. ഈ നോക്ക് നിങ്ങൾ മുജാഹിദിന്റെ അന്യസ്ഥാനം നോക്കിക്കൊള്ളുന്നത്. എന്നാൽ ഫിത്ർ, തഹജ്ജുദ് എന്നിവയുടെ 11 റക്അത്തുകളല്ലാതെ തറാവീഹ് എന്ന പേരിൽ റമദാനിൽ മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ വല്ല റക്അത്തുകളും നിശ്ചയിച്ചതായി രേഖയുണ്ടോ? ഇല്ല, കാണിക്കാൻ കഴിയില്ല. ഇത് മുജാഹിദിന്റെ വാദമാണ്. അപ്പൊ റമദാനിൽ മാത്രമേ തറാവീഹ് നിസ്കാരം ഉള്ളൂ എന്ന് സുന്നികളായ ഞങ്ങൾ വാദിക്കുമ്പോൾ അങ്ങനെ റമദാനിൽ മാത്രമായ തറാവീഹ് ഇല്ലാന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവരോട് റക്അത്ത് ഞങ്ങൾ നശിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ റമദാനിൽ തറാവീഹ് റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണ് എന്ന് തീരുമാനമാക്കിയതിന് ശേഷം മാത്രമേ ഇതിന്റെ തർക്കത്തിലേക്ക് വരുള്ളൂ. ഈ സത്യത്തിൽ ഉമ്മർക്ക മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുപോയിട്ട് അവിടെ പിന്നെ റമദാനിൽ മാത്രം തറാവീഹ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉമ്മർക്ക പറഞ്ഞു ചെയ്തത് നമ്മളിപ്പോ പള്ളിയിൽ പിന്നെ റമദാനിൽ തറാവീഹ് പോകണമല്ലേ, ഉള്ളതുകൊണ്ടല്ലേ പോണത് എന്ന മുജാഹിദിന്റെ യഥാർത്ഥ വാദങ്ങൾക്ക് അറിയില്ല. എന്താണ് റമദാനിൽ മാത്രം ഒരു തറാവീഹ് എന്ന നിസ്കാരം മുജാഹിദിന് സുന്നത്തില്ല. സത്യത്തിൽ നിങ്ങൾ അതിന്റെ അടിത്തറയിലേക്ക് ഒന്ന് ഇറങ്ങി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന് വിവരമില്ലാന്ന്. അപ്പൊ സമ്മതിക്കേണ്ടി വരും നിങ്ങൾ. അതുകൊണ്ട് ഈ ഒരു വാദം തീരുമാനമാക്കണം. അല്ലാതെ ചർച്ചയ്ക്ക് കാര്യമില്ല. നമ്മൾ പറയാം 23 തീരുമാനമാക്കി തരാം. 23 ഞങ്ങൾ അവരുടെ തീരുമാനമാക്കി തരും. നിങ്ങൾക്ക് വലിയ ബേജാറ്. ഞങ്ങൾ ചെയ്യുമ്പോൾ തരുന്ന സമയം കഴിഞ്ഞാൽ 23 പറയുന്നത് 23 നമ്മൾ തീരുമാനമാക്കി 23 തീരുമാനമാക്കി തരും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ നിസ്കാരം ഉള്ളവരുടെ തീരുമാനമാക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ നിസ്കാരം ഇല്ല, ഞങ്ങൾ പറഞ്ഞ നിസ്കാരം ഉണ്ട്. ഇത് തീരുമാനമാക്കിയിട്ട് നിസ്കാരത്തിൽ കിടക്കാം. തറാവീഹ് റക്അത്ത് നമ്മൾ തീരുമാനമാക്കി 23. പക്ഷെ ആദ്യം ഇവരില്ലാന്ന് പറഞ്ഞു, ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് എന്തിനാ ഇല്ലാത്ത കുട്ടിക്ക് പേരിലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതില്ല. അപ്പൊ അതുകൊണ്ട് ഇല്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ചാണ് നിങ്ങൾ വർദ്ധിക്കുന്നത്. ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾക്ക് 20 റക്അത്ത് തറാവീഹ് എന്ന നിസ്കാരത്തിന് റമദാനിൽ മാത്രമായിട്ടുണ്ട്. നിങ്ങൾക്ക് അതില്ല. അതുകൊണ്ട് ഇല്ലാത്ത വസ്തുവിനെ കുറിച്ച് നിങ്ങൾ വർദ്ധിക്കേണ്ട. ഇതിനെ കുറിച്ച് വർദ്ധിച്ചതിന് നമുക്ക് സമയം പാടുണ്ടല്ലോ. അതുകൊണ്ട് ഇതും തീരുമാനമാക്കുക. എന്നിട്ട് നമ്മൾ ചർച്ചയിൽ 23 നമ്മൾ സുഹൃത്താക്കി തരും. നമ്മൾ തെളിയിച്ച് തരും 23 റക്അത്ത് 23 ഇവിടെ തീരുമാനിച്ചു തരും. പക്ഷെ അതിന് മുമ്പ് ഇതും തീരുമാനമാക്കണ്ടേ? അല്ലാതെ ചർച്ച എന്താ അർത്ഥമുള്ളത്? ഒരു കിതാബ് ഒന്നും എഴുതുക, ബുക്കിൽ വേറൊന്നും എഴുതുക, ഇവിടെ ഇപ്പൊ വേറൊന്നും പറയാം എന്നൊരു അർത്ഥമില്ലല്ലോ. എഴുതിയത് അൽമനാറിലും ഇസ്ലാമിലും എഴുതി വെച്ചത് ഇത് അങ്ങനെ ഇല്ലാന്നാണ്. അപ്പൊ അത് മുൻപിലാണോ ഇല്ലാന്നാണ്. അതായത് ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം. എന്റെ ആ ചോദ്യത്തിൽ ഞാൻ വളരെ പ്രതീക്ഷിക്കുന്നതല്ലാതെ ചോദ്യം ചോദിച്ചത് റമദാനിൽ മാത്രമായി തറാവീഹ് നിസ്കാരം ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ നിങ്ങൾ പറഞ്ഞു. അതിനാൾ പറയാൻ നേരം ഉരുണ്ടി കിടക്കുന്നുണ്ട്. അത് ഒന്ന് പറഞ്ഞ് വ്യക്തമാക്കി. അതാണ് ഇനി നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ നിസ്കാരം ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ നിങ്ങളുടെ വാദം?
അത് പറഞ്ഞിട്ട് റക്അത്തിലേക്ക് ഞാൻ കടക്കും. ഞങ്ങൾ നിസ്കരിക്കുന്ന തറാവീഹിന്റെ റക്അത്ത് അത് 23 എന്നത് 20 മുതൽ 23 എന്നത് ഞങ്ങൾ സ്ഥിരപ്പെടുത്തി തരുമ്പോൾ ഞങ്ങൾ ശരിക്കും സ്ഥിരപ്പെടുത്തി തരും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം പറയാൻ 23 ഇല്ലാന്ന് പറയണമെങ്കിൽ നിസ്കാരമല്ലല്ലോ, പിന്നെന്താ 23 പറയാൻ? അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അതിന് തീരുമാനമാക്കാം. ഇങ്ങനെ നിസ്കാരം ഉണ്ടോ ചെയ്യുന്നത് അത് തീരുമാനമാക്കിയിട്ട് ചർച്ചയിലേക്ക് മുന്നോട്ട് പോകാം. പഴയ കാലത്ത് ശുദ്ധമലയാളം വായിക്കാനും എഴുതാനും പാടില്ലാന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത് മലയാളം മനസ്സിലായി. അന്മലയാളം വായിക്കാൻ അത്യാവശ്യം ഒരു കോമൺ സെൻസ് മനസ്സിലാക്കി മൂപ്പക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പൊ മൂപ്പനായിട്ട് പറഞ്ഞ തറാവി നിൽക്കാതെ ഇല്ലാന്ന് നമ്മൾ എഴുതില്ല. അപ്പൊ വായിച്ചതോ തറാവി 12 മാസം ഉണ്ടില്ല. തറാവി 12 മാസം എഴുതിയിട്ടുണ്ട്, ഇല്ലാന്നല്ല. സമുദായം മാത്രമാണോ അല്ലാതാണ് തറാവി ഉണ്ടോ ഇല്ലാന്നല്ല. അപ്പൊ ആരും വായിക്കുമ്പോൾ അപ്പുറം അതിനെ ചോദിച്ചോണം ഇതെങ്ങനെ വായിക്കാം, ഇത് അന്മനാ നാട്ടുകാർ മുങ്ങാവനും അതേപോലെ കാര്യമില്ല. അപ്പൊ മലയാളം ചെയ്യാറുണ്ട്. അതിന് മാറ്റം എന്താ? തറാവീഹ നിസ്കാരം ഉണ്ടോ എന്നൊരു ചോദ്യം. അതില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ട് അതേസമയം തറാവീഹ റമദാനിൽ മാത്രമാണോ? അല്ല. ഒരു വായിച്ച് വാക്കല്ലേ, തറാവീഹ റമദാനിൽ മാത്രമാണോ? അല്ല. അപ്പൊ മൂപ്പര് പറയാം നമ്മൾ തറാവീഹ ഇല്ലാന്ന് പറഞ്ഞു, ഞങ്ങൾ ഇല്ലാന്നല്ല പറയുന്നത്. തറാവീഹ് 12 മാസം ഉണ്ട് പറഞ്ഞിട്ടുള്ളത്, അത് ഇല്ലാന്നല്ല, 12 മാസം ഉണ്ട്. അത് പഴയ മുതലേ ഇപ്പോഴും തന്നെ ഇതിന് പൊട്ടത്തിന് സമയം ആവശ്യമില്ല, എല്ലാവരും നാട്ടിൽ അന്നാലും റമദാനിൽ മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാൻ നിൽക്കേണ്ടതില്ല. പിന്നെന്താ പ്രത്യേകത? ഞാൻ എത്ര പറഞ്ഞു, റമദാനിൽ അത് ജമാഅത്ത് റമദാനിൽ ജമാഅത്തിനകത്താണ് നിസ്കാരം നടക്കാതെ ഞങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മാസമേ ഉള്ളൂ, അതും 23 ഇവിടെ 12 മാസം നിസ്കാരം ഉണ്ട് പറഞ്ഞ മത്സരം നോക്കിയിട്ട് പറയുന്നത് നിസ്കാരം പുതിയതൊന്നും വേണ്ട, പഴയത് മതിയിൽ മുജാഹിദ് പദത്തിന്റെ ഉത്തമ്പാദിയാണ്. എല്ലാ സ്ത്രീയും എടുക്കുന്നത് ഒരു പഴയ ആൾക്കാർ എന്ന് പറയാൻ ഒരു കുന്നത്തുൽക്കാത്ത കുന്തിയിലല്ല. ഇത് കുന്നത്തക്കർക്ക് വേണം എന്ന് പറഞ്ഞില്ല. പഴയ കാലത്ത് മലയാള ഭാഷ എഴുതാൻ പാടില്ല, വായിക്കാൻ പാടില്ല, ആരും എഴുതാറ്, അത് വായിക്കാമോ ആരിനാണ് എന്നൊക്കെ പറഞ്ഞ് സമസ്ത പണ്ട് പറഞ്ഞിട്ട് ആ സമസ്ത പണ്ട് പറഞ്ഞതുകൊണ്ട് അതിന് പെട്ടുപോലെ അവിടുന്ന് പെട്ടുപോലെ ഇത്ര ഉണ്ടാവില്ല സമസ്ത കുറ്റപ്പെട്ടിട്ടില്ല. അപ്പൊ ഏതായാലും അല്ലാതെ ഒന്നുകൂടി മനസ്സിലേക്ക് വായിക്കാൻ ഈ പ്രശ്നം ചെയ്യും. അപ്പൊ തറാവീഹ് ഉണ്ടോ എന്നുള്ള എല്ലാ അതിനെ പ്രശ്നം എന്നൊക്കെ ഉണ്ട്. നമ്മൾ മുഖാന്തരം ചെയ്യാം. തറാവീഹ് റമദാനിൽ മാത്രമുള്ളൂ, ചൊവ്വാലുണ്ടോ, ഇനി അതിന്റെ അപ്പുറത്തേക്കുണ്ടോ, 12 മാസമുണ്ടോ, അതാണ് ചർച്ച ഇവിടെ. തറാവീഹ് സാധനം ഉണ്ടോ ചെയ്യുന്നതല്ല. മൂപ്പരനുസരിച്ച് അങ്ങനെ ജാതിക്ക് തറാവീഹ് അതിനെന്താ കഷ്ടാണ്. ജാതിയൊക്കെ തറാവീഹ് ഉണ്ടത് നിങ്ങളൊക്കെ 12 മാസം അധികം ഉണ്ട്. പക്ഷെ അതിനെ ഇടയ്ക്കൊക്കെ വിശ്രമിച്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പേരാണ് തറാവീഹ് നടത്തിയത്. അല്ലാതെ ആ നിസ്കാരം എന്ന് മാത്രം അങ്ങനെ വരും. തറാവീഹ് 20 ഈ വരുന്നത് ബാധിക്കുന്ന റമദാൻ മാസം 30 നിസ്കരിച്ച് കാണിച്ചിട്ടുണ്ട്. തറാവീഹ് 20 ഇന്നലെ പറയുന്ന വിദ്വാന്ന് വെച്ചാല് 20 വരുന്നത് 31 അള്ളാഹ് നമ്മളെ ഏതെങ്കിലും വല്ല ഒഫീസിന്റെ മൂലങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെട്ട് പോകാറില്ല. ഏറ്റവും വലിയ മുത്തഖികളാണ്, മുത്തഖികൾ ഇമാമാണ്. അത് അക്ഷാർക്കായി നിങ്ങളെക്കാളെ പമ്പിലെ സൂക്ഷിക്കുന്ന തക്കവയുള്ളവൻ ഞാനാണെന്ന് പറഞ്ഞ ആ ഹബീബ് 20, 11, 30 കേന്ദ്രക്കാർക്കെത്തി ഈ പറയുന്നത് ഇസ്ലാം തറാവി വിവാഹത്തിനുണ്ടെങ്കിൽ ഹൈദർ വാരി കാണിക്കണ്ടിരുന്നു. നമുക്കൊന്നും വരില്ല. പിന്നെ ചെയ്യാമൊരു വാരി വേണ്ടിയിരുന്നു. അതൊക്കെ പൈസത്തിന് വെച്ചങ്ങനെ പോകാൻ പറ്റില്ല. അത് വെളിച്ചിനെ പോകാൻ പോകാൻ പറ്റില്ല. അത് വെളിച്ചാൽ പോരാ. അമ്മാനത്തിൽ അമ്മാമാരി ഏറ്റവും ചെറിയ വിധത്തിൽ രക്ഷപ്പെടുന്ന ഒരു സ്വഭാവക്കാരനല്ല. ഏറ്റവും പൂർണ്ണമായിരുന്നു, ഏറ്റവും അക്രമമായിരുന്നു വിവാഹം ചെയ്ത ഏതാവുന്നാണ് അള്ളാഹ്. അതുകൊണ്ട് ആ തട്ടിപ്പാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതാണെങ്കിൽ നമ്മൾ വാർത്തകൾക്ക് പുറത്തുന്നില്ല. എന്റെ പേര് നമുക്ക് നിങ്ങളെ കൂട്ടുന്നില്ല. അതെല്ലാം മനഃപൂർവ്വം വളർത്തുന്നതാണെങ്കിൽ അത് വിടാൻ പറ്റും. അതിനർത്ഥത്തിൽ അങ്ങനെ ആകണം എന്ത് ചെയ്യാത്ത പോലെ ആ ഒരു സ്വഭാവത്തെ കാണും. നമുക്കൊക്കെ പേരില്ലാത്തൊരു പുതിയ വില കിട്ടി. റമദാന് 12 മാസം, റമദാൻ അല്ലാത്ത 11 മാസം അടക്കം 12 മാസം തറാവീഹ് നമസ്കാരം ഉണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും മുജാഹിദ് പള്ളിയില് ഈ 12 മാസം തറാവീഹ് നമസ്കാരം നടക്കാറുണ്ട്. നിങ്ങൾ നോക്കി അല്ല നിങ്ങൾ സമയത്ത് ഞാൻ അതെ. അപ്പൊ നിങ്ങൾ നോക്കി ഇപ്പൊ പുതിയ ഒരു വാദം വരുന്നത് റമദാനല്ലാത്ത മറ്റുള്ള മാസങ്ങളിലൊക്കെ തറാവീഹ് ഉണ്ട്. ഇതാണ് ഞാൻ ഈ ചോദ്യം ആദ്യം തന്നെ ചോദിക്കാനുള്ള കാരണം ഇതായിരുന്നു. ഇങ്ങനെ ഒരു നിസ്കാരം റമദാനിൽ മാത്രമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾ വളർത്തു പിടിക്കുക. എന്റെ ചോദ്യം എന്ത് അച്ഛന് തറാവി ചോദിക്കുന്നത് തറാവീഹ് എന്നാൽ നിസ്കാരം ഉണ്ടോന്നാണ്. അങ്ങനല്ല, തറാവീഹ് നിസ്കാരം റമദാനിൽ മാത്രമായിട്ടുണ്ടോ അതാണ് ചോദിച്ചിരുന്നത്. അങ്ങനല്ല പറഞ്ഞത്. റമദാനിൽ മാത്രമായിട്ട് തറാവീഹ് നിസ്കാരം നിന്നിട്ടുണ്ടോ? അതുണ്ട് ഞങ്ങളും ഇല്ലാനും നിങ്ങളും. അതാണ് ഞങ്ങളെ വാദം. അതിനാണ് ഞാൻ ഓർത്തത്.
നിങ്ങൾ നോക്കി, ഇനി നിങ്ങൾ തീരുമാനമാക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 12 മാസമുണ്ട് അല്ലെ, 11 മാസം പിന്നെ റമദാൻ അല്ലാത്തപ്പോഴും ഈ തറാവീഹ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ 12 മാസം തറാവീഹ് ഉണ്ട്. ഞങ്ങൾ പറയുന്നു അങ്ങനെ 12 മാസം തറാവീഹ് നിസ്കാരം ഇല്ല. പിന്നെ ഒരൊറ്റ മാസം റമദാനിൽ മാത്രം തറാവീഹ് നിസ്കാരമുള്ളൂ. ഞാൻ പറഞ്ഞത് എന്തിനാണ് കുട്ടി ഇല്ലാത്ത കുട്ടികൾ ഇതിനെ കയ്യിൽ വെച്ചിരുന്നത് എന്ന് ചോദിച്ചു. അതിന്റെ കാര്യം ഇവിടെ മർമ്മം ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ തിരിയുന്നില്ല. പിന്നെന്താ അതിന്റെ മർമ്മം കിടക്കുന്നത് ഇവിടെയുണ്ട്. എന്നോട് ആക്സിഡന്റ് ആയതുകൊണ്ട് ഞാൻ ആക്സിഡന്റ് ആയതുകൊണ്ടല്ല പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആകാത്തവരെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനിക്കുക. അപ്പൊ ഞങ്ങളുടെ വാദം റമദാനിൽ മാത്രമായിട്ട് തറാവീഹ് നിസ്കാരം എന്നൊരു പ്രത്യേക നിസ്കാരം നിങ്ങൾക്കുണ്ട്. മുജാഹിദിന്റെ വാദം റമദാനിൽ മാത്രമായിട്ട് പ്രത്യേക തറാവീഹ് നിസ്കാരം സുന്നത്തില്ല. പിന്നെയോ റമദാനല്ലാത്ത മറ്റ് 11 മാസങ്ങളിലൊക്കെ ഉള്ള നിസ്കാരം തന്നെയാണ് റമദാനിലും ഉള്ളത്. പിന്നെ ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. അപ്പൊ ഇതുകൊണ്ട് നിങ്ങളിപ്പോ ഇല്ല എന്ന് റിസാലിനെ കുറിച്ചില്ല എന്ന് പറയുന്നുണ്ട്. റമദാനിൽ മാത്രമായിട്ടുള്ള നിസ്കാരം ഇല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, റമദാനിൽ മാത്രമായിട്ട് നിസ്കാരം ഉണ്ട്. അപ്പൊ ഈ ഞങ്ങൾ 20 റക്അത്ത് എന്ന് പറയുന്നത് റമദാനിൽ മാത്രമായുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ്. ഇവര് 11 എന്ന് പറഞ്ഞത് റമദാനിലും അല്ലാത്തപ്പോൾ ഒക്കെ ഉള്ള നിസ്കാരത്തിനെ കുറിച്ചാണ്. കാരണം ചർച്ച ഇവിടെ തന്നെ അവസാനിച്ചത്. എന്താ ഇവർ പറഞ്ഞ റമദാനിൽ അല്ലാത്ത മാസത്തിലൊക്കെ ഉള്ള നിസ്കാരം ഇവർക്കുള്ള 11 റക്അത്ത്. ഞങ്ങൾ പറയുന്നത് അങ്ങനല്ല. ഞങ്ങൾ 20 എന്ന് പറയുന്ന തറാവീഹ് എന്ന നിസ്കാരം അത് റമദാനിൽ മാത്രമുള്ള ഒരു തറാവീഹ് എന്ന പ്രത്യേക നിസ്കാരമാണ് 20 റക്അത്ത്. അപ്പൊ ഞങ്ങൾ ഒരു തർക്കത്തിനുള്ള തർക്കം തിരിച്ച് ഇവർ പറയുന്നത് എല്ലാ മാസത്തിലുള്ള നിസ്കാരം 11 ആയിക്കോട്ടെ. നിങ്ങൾ എന്തോ പറഞ്ഞോളി, ഞങ്ങൾ കേൾക്കേണ്ടതല്ല. പിന്നെ റമദാനിൽ മാത്രമുള്ള നിങ്ങൾക്ക് നിസ്കാരം തറാവീഹ് അത് 20 റക്അത്ത് ഉണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് തീരുമാനമാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് റമദാനിലും അല്ലാത്ത സമയത്തുള്ള നിസ്കാരമാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം, അങ്ങനെ റമദാനിൽ മാത്രമായിട്ട് നിസ്കാരം ഉണ്ടെന്ന് ചോദിക്കാം. അത് ചോദിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആ പറഞ്ഞ അത് ശരിയല്ല. റമദാനിലും അല്ലാത്തപ്പോഴുള്ള നിസ്കാരം മാത്രമേ ഉള്ളൂ. റമദാനിൽ മാത്രം പ്രത്യേകമായ നിസ്കാരം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതുണ്ട് അത് ഞങ്ങൾ മാത്രം എങ്ങനെയല്ല, മുജാഹിദിന്റെ പഴയ കാലത്ത് ഉള്ള പിന്നെ മൗലവിമാരൊക്കെ പറഞ്ഞതാണ് ഇതിലുള്ളത്. ഇതിന്റെ പഴയ കാലത്തെ മതസംസ്കരത്തിലും അതുപോലെ തന്നെ അൽമുസ്ലിമൊക്കെ എഴുതി വെച്ചതായിരുന്നു എന്ത് ഈ തറാവീഹ് നിസ്കാരം. പഴയ അയാൾ നേരത്തെ പേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അയാൾ പറയാം സമസ്തന്റെ ജീവിതത്തെ ഏതാണ് അവസ്ഥ. അതുപോലെ മറ്റൊരു ചർച്ച ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഈ വീട്ടുകാരെ ഉമ്മർക്കാക്കടക്കം വാക്ക് കൊടുക്കുക. ഇതേ വേദിയിൽ ഇരുന്നിട്ട് വ്യത്യാസം ചർച്ച ചെയ്യണം, ഞാൻ റെഡിയാണ്. മറ്റൊരു ചർച്ച ഞാൻ റെഡി, അവർക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മൾ തറാവീഹിനെ കുറിച്ചാണ്. അതുകൊണ്ട് തറാവീഹിന്റെ ഇങ്ങനെ പ്രത്യേക നിസ്കാരം ഇല്ല എന്ന് മാത്രമുള്ള നിസ്കാരമാണ്. ഇത് മുജാഹിദിന്റെ പഴയ കാലത്തുള്ള മദ്രസ കുട്ടിയെ പഠിപ്പിച്ചിരുന്ന പിന്നെ കിതാബ് നമ്പർ തമിഴിയാസ് എന്ന് പറയുന്ന മുജാഹിദിന്റെ മദ്രസ പാഠപുസ്തകം. ഇതില് ബാബു സലാത്തിന്റെ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം. അതിലിങ്ങനെ നമ്പർ ഇട്ടിട്ട് എന്താ 2, 3 തറാവീഹ് എന്നിട്ട് പറയുന്നത് ഇതും ഇഷാഇന് ശേഷമാണ്. പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. നോക്ക് നിങ്ങൾ, റമദാനിന് മാത്രമല്ല 12 മാസവും തറാവീഹ് ഉണ്ടെന്ന് അപ്പം മുജാഹിദ് വാദിക്കുന്നത്. മുജാഹിദിന്റെ പഴയ കാലത്തുള്ള മദ്രസ പുസ്തകമാണത്. ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ. 20 റക്അത്ത് ഉണ്ട്. രണ്ടും ഇതിലുണ്ട്. 20 റക്അത്ത് ആവുന്നുണ്ട്, റമദാനിൽ മാത്രമേ ഉള്ളൂ ഇതിലുണ്ട്. ഈ ഒരു വാദം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ചർച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ നിസ്കാരം ഉണ്ടോ ഇല്ലെന്ന ചോദ്യം ഞാൻ ചോദിച്ചത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. മുജാഹിദിന്റെ പഴയ കാലത്തുള്ള മൗലവിമാർ പഠിപ്പിച്ചത് തറാവീഹ് എന്ന നിസ്കാരം റമദാനിൽ മാത്രമേ ഉള്ളൂ. അത് 20 റക്അത്താണ്. ഇപ്പോഴുള്ള ഈ മൗലവിനെ പറയുന്ന മൗലവിമാർ വന്നിട്ട് പറയുന്നത് അതല്ല, റമദാന് 12 മാസമുണ്ട്, അത് 20 സമയമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയെന്ന് ആദ്യം പറയാം, എന്നിട്ട് തീരുമാനമാക്കാം. നിങ്ങളെ മൗലവിമാരെ പറയാൻ കഴിയും. അതുകൊണ്ട് അത് തീരുമാനമാക്കാം. ഇപ്പൊ മൂപ്പതിനെ കൊന്നിട്ടുണ്ട് ഓർമ്മയുണ്ട്. ഞാൻ ചോദിക്കണം. അപ്പൊ നിങ്ങൾ പറയുന്നത് ചോദിച്ചോളി. ഞാൻ ആ മകളോട് അവസ്ഥയുണ്ടോ അത് ചോദിക്കും. എനിക്കറിയാം, അതിനുള്ള പല എനിക്കറിയാം. ഞാൻ ഇരുപത്തെങ്കിലും അപ്പൊ ഏതായാലും ഇപ്പൊ എല്ലാവരും ആദ്യം എന്താണ് തറാവീഹ് നിസ്കാരം ഉണ്ടോ ഇല്ലേ, തറാവീഹ് നിസ്കാരം ഉണ്ടോ ഇല്ലേ തീരുമാനിക്കുക. എന്നിട്ട് മതി എണ്ണ ഇപ്പൊ ഏതായാലും തീരുമാനം. ഇനിയിപ്പോ നടക്കേണ്ടത് എത്ര മാസം ഉണ്ട്, ഈ പല തീരുമാനത്തിന് വളർന്നുണ്ടാവും. പിന്നെ അറിയാത്ത എന്താ ഉള്ളത്, അതിന് ഏപ്പത്തെന്താ ഉള്ളത്, അതിന്റെ അപ്പത്തെന്താ യാഥാർത്ഥ്യം നിങ്ങൾക്ക് വായിക്കാതെ കേട്ടി അമ്മയുടെ പ്രശ്നം. അപ്പൊ ആ പദത്തിലേക്ക് അതിന്റെ അർത്ഥം പോകേണ്ടത് അത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലേ. മുമ്പ് നമ്മൾ രീതിയിൽ മാറ്റിപ്പോ നിങ്ങൾ മാറ്റി ഞങ്ങൾ മാറ്റിയൊക്കെ ഉണ്ടോ, ഞങ്ങൾക്കും ഒക്കെ ചർച്ച ചെയ്യാം. അത് നമുക്ക് പോകാം. ഇവിടെ ഏതായാലും തറാവീഹ് നിസ്കാരം ഉണ്ട് എന്ന കാര്യത്തിൽ 2 ഞാൻ മുമ്പ് കൊണ്ട് 5 തെളിഞ്ഞു ഞങ്ങൾക്കത് ഉണ്ട്.
നമ്മളെ എടുത്തതിനാണ് അതാവി നമുക്ക് ഇല്ലാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ പറഞ്ഞു നോക്കി നമ്മളായ മാത്രം ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാറിയാം രാജമുള്ളതല്ല ചിലപ്പോൾ ചോദിക്കാം രാജമുള്ള നിൽക്കേണ്ടതില്ല വിചാരിക്കുന്ന നിൽക്കാനെന്നല്ല ആദ്യം ആവശ്യത്തിൽ പറഞ്ഞത്. ഇപ്പൊ പിന്നെ പറയാൻ നോക്കിയാണ് നമ്മളായ മാത്രം ഞാൻ പറഞ്ഞത് അതാ അനുപാലിക്കണം ചിലപ്പോൾ മാറ്റില്ല. അപ്പൊ ഏതായാലും നമസ്കാരം തർക്കമില്ല. ഇത് റമദാൻ എന്താ നിങ്ങളുടെ ചോദ്യം എല്ലാ പള്ളിയിലും എല്ലാ മാസത്തിലും എല്ലാ കാലത്തും നോക്കി 12 മാസം വയ്ക്കുന്നത് ചില നിസ്കരിക്കും ചില പള്ളി നിസ്കരിക്കും പല ജമാഅത്തില്ല. എന്തുകൊണ്ട് ജമാഅത്ത് റമദാനിൽ മാത്രം സുന്നത്താണ്. അതിനകത്ത് പറഞ്ഞു ജമാഅത്തായി നിസ്കരിക്കൽ റമദാനിൽ മാത്രം സുന്നത്തായതാണ്. അത് തുടക്കത്തിലേ പറഞ്ഞു അവതരണത്തിലേ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം റമദാനിൽ മാത്രമുണ്ട്. അല്ലാത്ത സമയത്ത് അവർ നിസ്കരിക്കാൻ ചെമ്മാരുണ്ട്, വീട്ടിൽ പോയി നിസ്കരിക്കാൻ ചെമ്മാരുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. ആ 12 മാസം നിങ്ങൾക്ക് പോയില്ലല്ലാതെ മാറുന്നില്ല. അല്ലാതെ നിസ്കാരം പറയുകയാണ് അതിന് പറഞ്ഞത് ആ കാര്യം റമദാന വരാത്തി വൈകി റമദാനാവട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 ആൾ വർദ്ധിപ്പിക്കാറില്ല. റമദാനും കൂട്ടിയിട്ടില്ല, നമ്മൾ അല്ലാത്തപ്പോഴും കൂട്ടിയിട്ടില്ല. അപ്പൊ റമദാന്റെ ഒരു പള്ളിയിൽ പോകുമ്പോൾ പിന്നെ 20 അതിനകത്ത പള്ളിയിൽ 30 കിട്ടുന്നില്ല. 11 റമദാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടി. അത് മിത്രാണ് എന്നാണെങ്കിൽ അതായത് റമദാന് 11 നിൽക്കരുത് എന്ന് കിട്ടി. അത് മിത്രാണ് എന്നാണെങ്കിൽ ആ മിത്രവും അതിന് പുറമെ 20 തറാവീഹും അതാണ് വാദം. ഇത്ര കൊല്ലം കൊണ്ടുണ്ടാവാം. ഈ തറാവീഹ് റമദാനിൽ മാത്രമുള്ളതാണ് എങ്കിൽ റമദാനിൽ മാത്രം അല്ലാഹു റസൂൽ 11 തറാവീഹും ഒപ്പം 20 നിസ്കരിക്കാൻ ചെല്ലാം. എന്താണ് അല്ലാഹു റസൂൽ 11 തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് കിട്ടി. റമദാനിൽ അല്ലാഹു റസൂൽ 11 നിസ്കരിച്ചിട്ടുണ്ട്. അത് മിത്രാണ് നിങ്ങൾ വാദിക്കുന്നതായിക്കോട്ടെ, ശരി നിങ്ങൾ കൂട്ടുന്നു. അത് 11 മിത്രാണെങ്കിൽ അപ്പൊ വിഷ്ണു പൂർണ്ണമായി നിസ്കരിച്ചിട്ടുണ്ട്. അത് പുറമെ തറാവീഹ് നിസ്കരിച്ചു. അത് 11 ഇരുവറും 31 നിസ്കരിക്കുന്നവരാണ്. പിന്നെ തുടങ്ങി നല്ല നിങ്ങളെ പള്ളിയിൽ ഒരു റമദാൻ ആദ്യത്തെങ്കിലും 30 നിസ്കരിച്ചു. എല്ലാവരും മുഴുവൻ പൊട്ടിത്തങ്ങൾ മുഴുവൻ ഒത്തിരി തിരിക്കാറ് എല്ലാവരും തിരിക്കാറ് ആ കോലത്തിലാക്കില്ല. അപ്പൊ യഥാർത്ഥത്തില് പതിനൊന്നക്കാലത്തിന്റെ ഹദീസ് അത് ഇമാം ബുഖാരി കിതാബ് തറാവീഹ് എന്ന അദ്ദേഹത്തിന്റെ കിതാബ് തറാവീഹ് ഇമാം ബുഖാരി സ്വഹീഹ് ഉദ്ധരിച്ച ബാബ്. ആ ബാബില് അല്ലാഹു എപ്പോഴാണ് ചോദ്യത്തിന് എങ്ങനെയാണ് ചോദ്യത്തിന് ആയിഷ പറഞ്ഞ മറുപടി ഇമാം ബുഖാരി ചോദിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ കിതാബ് തറാവീഹ് എന്ന അധ്യായം സ്വഹീഹ് ബുഖാരിയില്ല, ആ അധ്യായത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? അതാണ് നിങ്ങൾ പറയുന്നത്. എല്ലാം തീരുമാനമാണ്. അല്ല ഞങ്ങളെല്ലാം തെളിയിക്കുക എങ്ങനെയാ ഇത്തിഹാസിൽ പറയാം ശബ്ദത്തിലും പറയാനാണെങ്കിൽ അതൊക്കെ ഒരു മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ നല്ലതാണ്. പക്ഷെ അതിന് എഴുതി നോക്കണം. അപ്പോൾ കാണുമ്പോൾ ഇത്തിഹാസം പോയിരുന്നതാണല്ലോ, അവിടെ കണ്ടതുമാണല്ലോ. അത് ആ വക ദീപർക്കൊന്നും അതൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഇല്ലാതെ പറ്റില്ല. ഏതായാലും വിജയത്തെ ഈ സംസാരം അവസാനിപ്പിച്ച് നമ്മുടെ വിജയത്തിന്റെ മർമ്മ പ്രധാനമായ ഭാഗത്തേക്ക് വരണമെന്ന് ഒരിക്കൽ കൂടെ സത്യത്തില് ഞങ്ങളോട് വായിക്കുന്നുള്ളത് പറയുന്നത് അതൊക്കെ വായിക്കുന്ന കേൾവിക്കാരെ നമുക്ക് ആഗ്രഹമുള്ള 2 കൂട്ടരോട് പറയുന്നത് ഈ സുന്നികളുടെ പഴയ ഗ്രന്ഥങ്ങളും പഴയ മാസികകളും മുജാഹിദിന്റെ പഴയ മാസികകളും എടുക്കുന്നതിലുപരി ഖുർആൻ, അതായത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അങ്ങനെയുള്ള രീതിയിൽ ചർച്ച ചെയ്യണം നമുക്ക് എല്ലാവർക്കും നല്ലത്. കിതാബില് അതായത് ഇപ്പോ ഐഷാബിയുടെ ഹദീസ് പറഞ്ഞു, അത് അങ്ങനെ എല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് പറയാം. പിന്നെ കിതാബ് തറാവീഹ് പറഞ്ഞു, അത് അങ്ങനെയല്ല ഒരു മുജാഹിദ് പറഞ്ഞ പോലെ എല്ലാം ഉദ്ദേശിച്ച അത് വിശദീകരിക്കുക. അല്ലാണ്ട് നമ്മളിപ്പോ ഇതെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഖുർആാനുണ്ടോ ഹദീസുണ്ടോ തന്നെ തെളിയിക്കണത്. ഈ ഖുർആാനെന്നും ഹദീസിനും പഠിച്ച പഴയ കാലത്തുള്ള മുജാഹിദിന്റെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു അതിനാണ് നമ്മൾ വായിക്കണത്. ഈ ഖുർആാനും ഹദീസൊക്കെ കണ്ടവരല്ലേ മുജാഹിദിന്റെ പഴയ മൗലവിമാരും സുന്നിന്റെ പഴയ മൗലവിമാർ പണ്ഡിതന്മാരൊക്കെ. അപ്പൊ ഈ ഖുർആാനും ഹദീസൊക്കെ പഠിച്ച മുജാഹിദിന്റെ പഴയ കാലത്ത് എന്ന പ്രത്യേക ഇരിക്കാണ് റമദാനിൽ മാത്രമായിക്കൊണ്ട് 20 അതിനാണ് വായിച്ചത്. അല്ലാതെ ഈ പഴയ പുസ്തകങ്ങളും മാധ്യമവും വായിക്കുന്നവർക്ക് വേറെ വാങ്ങുന്നില്ല. പിന്നെ ഈ പഴയ കാലത്തുള്ള മുജാഹിദിന്റെ മൗലവിമാര് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ച് നിങ്ങളെ മൗലവിമാർ നേതാക്കന്മാര് ആ മൗലവിമാര് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ കണ്ടുപഠിച്ചതൊക്കെയാണ്. അത് പറയാൻ വേണ്ടി എടുത്തത്. പിന്നെ അദ്ദേഹം പരമാവധി വായിച്ചപ്പോൾ 3 സ്ഥിരപ്പെട്ടു നിൽക്കാനും ഇതിനാണ് സ്ഥിരപ്പെട്ടത്. അത് മാത്രം സ്ഥിരപ്പെട്ട പോലല്ലോ. അതിന്റെ കൂടുതൽ ഞാൻ കിട്ടാൻ വായിച്ചത് ഞങ്ങളെ മതത്തിലൊക്കെ അതിലെന്തും കൂടി 20 കൂടി ഉണ്ടല്ലോ. 3 സ്ഥിരപ്പെട്ടില്ലേ?
ഇതെന്തെന്നപ്പോ ഞാൻ അത്ഭുതമായിട്ട് സന്തോഷമായിരുന്നു. എനിക്കായിരുന്നു സ്ഥിരപ്പെട്ടല്ലോ. ആയിക്കോട്ടെ, കിതാബ് നബിയില്ലാത്ത 20 റക്അത്ത് സ്ഥിരപ്പെട്ടു. അപ്പൊ നമ്മൾ ചർച്ചയ്ക്ക് എല്ലാം കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അതൊക്കെ തന്നെ. ഇനിയിപ്പോ ഇയാളുടെ ഹദീസ് മുഴുവനുണ്ട്. അതിന്റെ ഞങ്ങൾ പറയാം അങ്ങോട്ട് എത്തിയിട്ടില്ല. അതിന്റെയൊക്കെ കുറെ പുറത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ആ ഹദീസിൽ പറഞ്ഞ നമുക്ക് നമ്മൾ പറഞ്ഞുതരാം. പക്ഷെ അതിന് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഏതാണ് ചെയ്യുക അത് തീരുമാനമാക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണത് ഈ രണ്ടാമത് ഏതാ തീരുമാനമാക്കുന്നത്? മുജാഹിദിന്റെ പഴയ കാലത്ത് മൗലവിമാർ പറഞ്ഞ റമദാനിലും അല്ലാത്തപ്പോഴും ഉള്ളൊരു നിസ്കാരമല്ല, റമദാനിൽ മാത്രമേ തറാവീഹ് ഉള്ളൂ, അത് 20 റക്അത്താണെന്ന് പഴയ കാലത്ത് മൗലവിമാർ. ഇപ്പോഴുള്ള യാതൊരു മൗലവിമാർ എഴുതി വെക്കുന്നത്, ഇസ്ലാമിലേക്ക് എഴുതി വെക്കുന്നത് റമദാനിലും അല്ലാത്ത മാസത്തിലുള്ള നിസ്കാരം തന്നെയാണത്. റമദാനിൽ പ്രത്യേകമായിട്ട് നിസ്കാരം എന്നുള്ള പേരിൽ 20 റക്അത്തില്ല. ഇത് രണ്ടിലും തീരുമാനമാക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയപ്പോ നിങ്ങൾ ഇയാൾ മുജാഹിദായത് ഈ പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് പ്രസംഗത്തിലേക്ക് ആയിരിക്കും. ഇയാൾ മുജാഹിദായത് മനസ്സിലാക്കിയിട്ടാ ഇങ്ങനെ ഒരു നിസ്കാരമില്ല, റമദാനിൽ മാത്രമായിട്ടുള്ള നിസ്കാരമില്ല, പിന്നെ എല്ലാ സമയത്തുള്ള നിസ്കാരവും മനസ്സിലാക്കി. ഇയാൾ മുജാഹിദായി കുറച്ചാലും കഴിഞ്ഞ് ചർച്ച വന്നു. ചർച്ച വന്നപ്പോൾ അന്ന് വരുന്ന വരവിന്റെ വാദം അങ്ങനെ റമദാനിലില്ല, അല്ലാത്ത മാസത്തിലില്ല, തീരല്ല എന്നാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? അങ്ങനെ തീരുമാനമാണത്. അപ്പൊ പിടിച്ചു നിൽക്കുന്ന ആശയത്തിൽ നമുക്ക് ഉറപ്പ് വേണം. അതുകൊണ്ട് നിങ്ങൾ അതിന് ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണമെങ്കിൽ ഇത് രണ്ടിൽ ഏതാണ് നിങ്ങൾ പറയുന്നത്? ഈ 20 റക്അത്ത് നിസ്കാരമില്ല, പിന്നെ റമദാനിൽ മാത്രമായ നിസ്കാരമില്ല എന്നാണെന്ന് പറയുന്നത് എങ്കിൽ ഇതെന്തുകൊണ്ട് ഒഴിവാക്കി? പഴയ കാലത്ത് മൗലവിമാരെ പഠിപ്പിച്ചതാണ്. അതല്ല 20 റക്അത്ത് ഉണ്ട്, റമദാനിൽ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ഈ പറഞ്ഞു തരുന്നത്. ഇത് രണ്ട് തീരുമാനമാക്കണം. ചില ചർച്ചയിലൊക്കെ നിങ്ങൾ പറയുന്ന ഹദീസ് വാക്കാനായിട്ട് റമദാനൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞത് ആ ഹദീസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കേവലം വായിച്ച് പഠിച്ച വിവരം മാത്രമേ ഉള്ളൂ. നമ്മൾ 10, 12 പറഞ്ഞ് കിതാബ് മാത്രമായി പഠിച്ച ആൾക്കാരല്ലേ? നിങ്ങൾ പറഞ്ഞ മറ്റുള്ള പഠിക്കുന്നത് അതൊക്കെ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചത് തെളിയിക്കാം. പക്ഷെ അതിന്റെ മുമ്പ് പിന്നെ ചെയ്യാത്ത പഠിക്കണ കാലത്ത് പഠിക്കുന്ന കിതാബ് വരെ പോലും പഠിക്കാതെ തിരിഞ്ഞാണ് ആൾക്കാരൊക്കെ മാറിപ്പോകുന്നുണ്ടാവും. നമ്മൾ വിഷയമല്ല. അപ്പൊ എന്റെ വിഷയമാവുന്നില്ല. ഇത് ഇങ്ങനെ ഒരു നിസ്കാരം ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളോട് ഇതിന്റെ റക്അത്തിന് ഞാൻ എന്തിനു ചർച്ച ചെയ്യണം? ഞങ്ങൾ 20 റക്അത്താണ് എന്ന് പറയുന്നത് റമദാനിൽ മാത്രമുള്ള നിസ്കാരത്തെ കുറിച്ചാണ്. ഇവരതല്ല 20 പറയുന്നത്. ഇത് ഇവർ 20 11 പറഞ്ഞതിനെ കുറിച്ചാണ്. റമദാനിൽ അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തെ കുറിച്ചാണ്. അപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചർച്ച വരികയാണെങ്കിൽ നമ്മളുടെ സംശയം അതല്ല. നമ്മളുടെ സംശയം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ തറാവിയ റംസാനിൽ മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളുടെ സംശയം 11 ആണോ 23 ആണോ എന്നുള്ളത്. അല്ലാത്ത സമയത്ത് ഞങ്ങൾ തറാവിയ നിസ്കരിക്കാറില്ല. അല്ല, നമ്മൾ അതിപ്പോ എവിടെ എത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ സംശയം എന്താ വെച്ചാല് നമ്മളുടെ സംശയം, അതായത് സാധാരണക്കാർക്കുള്ള സംശയം എന്താ വെച്ചാല് 11 ആണോ 23 ആണെന്നുള്ളതാണ്. അതിനെ പ്രമാണബദ്ധിതമായിട്ട് സഹിഹായിട്ടുള്ള ഹദീസ് ഉദ്ധരിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തെളിയിച്ചു തരേ. സാധാരണക്കാരായ ഞങ്ങൾക്ക് ഏത് രൂപത്തിൽ ഞങ്ങൾ നിസ്കരിക്കേണ്ടതെന്നുള്ളത് എങ്ങനെയല്ലേ ഇപ്പൊ കാര്യമുള്ളതല്ലേ? നമ്മൾക്ക് കാര്യം അതിലല്ലോ. അതായത് ഞങ്ങള് 11 ഞങ്ങൾ 11 നിസ്കരിക്കണോ അത് 23 നിസ്കരിക്കണോ? അത് നിങ്ങൾ സഹിയായ ഹദീസ് പ്രമാണങ്ങൾ ഉദ്ധരിച്ചൊന്ന് തെളിയിച്ചു തരേ. അതെ അതെ. ഏത് രൂപത്തിൽ റമദാനിൽ മാത്രമാണ് നിസ്കരിക്കേണ്ടത്? അല്ല, ഇത് രണ്ടു കൂട്ടർ സംസാരിച്ചത് നമുക്ക് ആകെ തുക കിട്ടിയിട്ടില്ല. എന്താ വെച്ചാല് മുജാഹിദ് വിഭാഗം പറയുന്നത് തറാവീഹ് എന്ന പേരിൽ അത് ജമാഅത്തായിട്ട് എനിക്ക് മനസ്സിലായത് പറഞ്ഞിട്ടാ, ജമാഅത്തായി നമസ്കരിക്കുന്നത് കൊണ്ട് അത് തറാവീഹ് എന്ന വിശ്രമമുണ്ട്. അപ്പൊ അത് ജമാഅത്തായിട്ട് റമദാനിൽ മാത്രം നമസ്കരിക്കുന്നത്. അതല്ലാത്ത സമയത്ത് അത് വിത്റായിട്ടും തഹജ്ജുദായിട്ടും ആ പേരിൽ അത് അറിയപ്പെടുന്നു. ഓരോന്നിനും ഓരോ സാഹചര്യത്തിനനുസരിച്ച് പേര് മാറി എന്നുള്ളതാണ് ഇവര് പറയുന്നത്. അതെല്ലാം ആരും പറയുന്നില്ല. ഇത് റമദാനിലാകുമ്പോൾ അതിന്റെ പേര് മാറി അത് ജമാഅത്തായിട്ട് ആ സമയത്ത് മാത്രം നമസ്കരിക്കുന്നു. അല്ലാത്ത സമയത്താകുമ്പോ അത് വിത്റായിട്ടും തഹജ്ജുദായിട്ടും ഒരേ തന്നെ മാറി എന്ന് പറഞ്ഞു. അതായത് കാരണം പറഞ്ഞൊന്നും ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഈ തറാവിയ നിൽക്കാൻ റമദാനിൽ മാത്രമുള്ളതാണോ അല്ലാത്ത പണ്ട് എന്നാണോ? അല്ലാത്ത പണ്ട് എന്നാണ് അതാണ് ഞാൻ പറയുന്നത്. റമദാനിൽ ആകുമ്പോൾ
അത് ജമാഅത്തായിട്ട് നമസ്കരിക്കും. സ്ഥാനുണ്ട് അപ്പൊ ഉണ്ടല്ലോ. അതല്ലാത്ത സമയത്ത് ഉണ്ടോ ഇല്ല എന്നാണ് ഉസ്താദിനോട് ചോദിച്ചത്. എനിക്ക് ഇവരെ സംസാരിച്ചത് മനസ്സിലായത് അതല്ലാത്ത സമയത്തിലും ഉണ്ട്. പക്ഷേ അതെന്തായി ഈ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ തഹജ്ജുദാവുന്നു, ഒറ്റയിൽ അവസാനിക്കുമ്പോൾ വിത്രാവുന്നു, പേര് മാറുന്നുണ്ട് എന്ന് മാത്രം ഉണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇനി അതിനനുസരിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിനനുസരിച്ചാ പോലെ ഇപ്പൊ ഒരാൾക്ക് മനസ്സിലാക്കാതെ പറഞ്ഞത് റമദാനിലും അല്ലാത്ത സമയത്തൊക്കെ എത്തുന്ന മുജാഹിദിന്റെ പഴയ കാലത്ത് അല്ലല്ല ഇത് പഴയ കാലത്ത് എഴുതിയിട്ടെന്താ റമദാനിൽ മാത്രമേ ഉള്ളൂ ഒന്ന് എഴുതിയിരിക്കണം പിന്നെ പറയുമ്പോൾ വേറെ പറയാം അവസ്ഥയില്ല. റമദാനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എഴുതി വെച്ചത്. അതിനൊക്കെ തീരുമാനമാക്കണം. ഇത് മുജാഹിദിന്റെ പഴയ കാലത്ത് അവർ അങ്ങനെയാണെങ്കിൽ പെടാത്ത നിങ്ങളുടെ അല്ലല്ല ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ അവിടെ എവിടെ എത്തില്ല. കാരണം ഇതൊക്കെ അല്ലല്ല ഇതൊക്കെ സുന്നികളുടെ കുട്ടികളാണ്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട്. നമ്മളുടെ സംശയം അതല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യാണ്ട്. ഇതൊക്കെ സുന്നികളുടെ അല്ല അപ്പൊ നിങ്ങൾ ഇതിലെന്നെ പിടിച്ചിരുന്ന നമ്മളെ സംശയം എങ്ങനെ തീരുന്നല്ലോ. അതെ അല്ല ആ തറാവിയ 11 ആണോ 23 നിങ്ങൾ പണ്ഡിതന്മാർ തെളിയിച്ചത്. അല്ലെങ്കിൽ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് ചർച്ചയുണ്ട്. ഇതില് നമുക്കൊരു പണിയില്ല. ഇത് രണ്ട് തീർത്ത് വെച്ചിട്ടുണ്ട്. പഴയ അഭിപ്രായം ഇപ്പൊ ഇവിടെ മുന്നൊരു അഭിപ്രായം എന്താ വെച്ചാല് ഇങ്ങനെ രണ്ടു കൂട്ടരും മുന്നേ എഴുതിയതും ഇപ്പോഴെഴുതിയതും എടുക്കുകയാണെങ്കിൽ അത് വേറൊരു ചർച്ച വെക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് അറിയേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പ്രാമാണികമായിട്ട് ഹദീസ് സഹിയായ ഹദീസിലുണ്ടോ? ഇല്ലാത്തത് സഹിയായ ഹദീസിലില്ല. സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഒന്നായി പറഞ്ഞു. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എവിടെ എത്തില്ല. ഉമ്മർക്ക ഒരു ഉദാഹരണം. ഉമ്മർക്ക 23 നിസ്കരിച്ച ആളാണ്. അത് ഉമ്മർക്ക അംഗീകരിക്കുന്നു. ഇപ്പൊ ആള് 11 നിസ്കരിക്കുന്നു. ഉമ്മർക്കാട് പഴയ കാര്യം പറഞ്ഞ കാര്യമാണ്. പഴയ കാലം നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകണം. പഴയ കാലല്ല. ഇനി ഇമ്മർക്ക് എന്താ ചെയ്യേണ്ടത്? റമദാനിൽ മാത്രം നിസ്കരിക്കണം. രണ്ടു കുട്ടികളെ നമുക്കിവിടെ സാധാരണക്കാർക്ക് പറയുന്നത് വെച്ചാല് പ്രാമാണികമായിട്ട് സംസാരിക്കും. നിങ്ങൾ പഴയ തറാവീഹ് എന്ന റമദാനിൽ മാത്രമുള്ള നിസ്കാരം ഇല്ല എന്നാണ് ഇപ്പൊ ഇവർ വാദിക്കുന്നത്. പഴയ കാലത്ത് ഇവരെന്നെ വാദിച്ചിട്ടുണ്ട് റമദാനിൽ മാത്രം ഉള്ള നിസ്കാരമാണ്. ഇനി പോട്ടെ നിങ്ങളുടെ ചർച്ച എന്താണ്? റമദാനിൽ ആയാലും വേണ്ടില്ല, അല്ലാത്തപ്പോൾ ഉണ്ടായാലും ഇതിലൊക്കെ വേണ്ടില്ല. ഇത്രക്കട്ടമല്ലേ? അതും പഴയ കാലത്ത് ഒരുമാതിരി 20 റക്അത്താണ്. അതിനും തന്നെ ഒരുപാട് നോക്കി 20 റക്അത്ത് ഞാൻ വായിച്ചാൽ തറാവീഹ് ഇതും ഇശാഇന് ശേഷമാണ്. പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. ഇത് 20 റക്അത്ത് ഉണ്ട് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഒരു ആവശ്യം? ഇത് മതത്തിന്റെ ദീനിന്റെ വിഷയമല്ലേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തിരിഞ്ഞു കളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ തീരുമാനമാക്കിയ മാത്രമേ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞ അടിയൊക്കെ ഉണ്ടാവും. ഞാൻ തീരുമാനമാക്കി തരാം. ആക്കാനുള്ള ആയിട്ടാണ് പറഞ്ഞ അടിയത്തിന്റെ അർത്ഥം എന്ത് അതൊക്കെ ഞാൻ വെച്ചുതരും. നമ്മൾ പഠിച്ചിരിക്കണേ. അപ്പൊ അതൊക്കെ തീരുമാനമാക്കി തരാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ മോഡറേറ്റ് ഇന്ന ആളാകുമ്പോ തീരുമാനമാക്കണ്ടേ? അതുകൊണ്ട് ഈ പുസ്തകത്തിനെ കുറിച്ച് എന്ത് പറയാം? നിങ്ങളെ കയ്യിൽ തരാം. നിങ്ങളെ കുറിച്ച് ഇപ്പോ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഏടുണ്ട്. രണ്ട് കൂട്ടി സംസാരിച്ച വാക്കും നമ്മളെ മുന്നിലുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ആദ്യം രണ്ടു കൂട്ടിക്ക് സമയം കൊടുത്തിട്ടുണ്ട് അല്ലെ? അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ. ഇവരെ നിലപാടുകൾ ഇവർ വ്യക്തമാക്കി. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് മുന്നത്തെ ഇവരെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്തെഴുതി നമുക്ക് പോണ്ട, അവിടേക്ക് പോണ്ട. നേരെ ആധികാരികമായിട്ടുള്ള ഇത് ഒരു തെളിവാണ് തന്നത്. അതായത് ഒന്നിൽ ബുഖാരിയിലുണ്ടോ, ഇമാം തുർമുദിയിലുണ്ടോ ഒക്കെ തരക്കേട്